എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. കൊച്ചിയിൽ പ്രമുഖ നടിയെ ആക്രമിച്ച കേസിൽ 2 കൊടും ക്രിമിനലുകൾ പോലീസ് പിടിയിൽ. പിടികൂടാൻ ബാക്കിയുള്ള 3 പ്രതികളും കേരളത്തിലുണ്ടെന്ന് പോലീസ്. പ്രതികളുടെ സിനിമാ ബന്ധം അന്വേഷിക്കുന്നു. പൾസർ സുനി ലക്ഷക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് പിടിയിലുള്ള പ്രതികൾ. ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി കേരളം. ധീരതയെ സല്യൂട്ട് ചെയ്ത് ചേർത്ത് പിടിക്കുന്നുവെന്ന് മഞ്ജു വാര്യർ. അക്രമികൾ മൃഗതുല്യരെന്ന് മോഹൻലാൽ. ഐക്യദാർഢ്യവുമായി പൃഥ്വിരാജും നിവിൻ പോളിയും സുരേഷ് ഗോപിയും അടക്കമുള്ള താരങ്ങൾ. കൊച്ചിയിൽ സിനിമാ പ്രവർത്തകരുടെ പ്രതിഷേധ കൂട്ടായ്മ. ഒറ്റപ്പെട്ട സംഭവമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ മാറ്റാൻ പോലീസ് സഹായം നൽകണമെന്ന DGPയുടെ സർക്കുലർ. നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവിമാർക്ക്. ഇടപെടൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഔട്ട്ലെറ്റ് മാറ്റുന്നത് ജനങ്ങൾ തടയുന്ന സാഹചര്യത്തിൽ. CPI-CPIM തർക്കം കേരളത്തിലെ മുന്നണി നേതൃത്വം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് സീതാറാം യെച്ചൂരി. ആവശ്യമെങ്കിൽ മാത്രം കേന്ദ്ര നേതൃത്വം ഇടപെടും. CPI അഭിപ്രായം തുറന്നു പറയുന്നത് ഇടതുമുന്നണിയെ ദുർബലപ്പെടുത്താനല്ലെന്ന് കാനം രാജേന്ദ്രൻ. മാവോയിസം, വിവരാവകാശം എന്നീ വിഷയങ്ങളിൽ CPI നിലപാട് വ്യത്യസ്തം. വിഴിഞ്ഞത്ത് കോസ്റ്റ് ഗാർഡിന് വേണ്ടിയുള്ള സ്ഥലമേറ്റെടുക്കലിൽ വൻ ക്രമക്കേട്. 2.25 കോടി വില വരുന്ന സ്ഥലം 130 കോടിക്ക് കൈമാറാൻ നീക്കം. ന്യായവിലയേക്കാൾ കൂട്ടി രജിസ്റ്റർ ചെയ്തു. വിഷയം പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി. കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ സിനിമാ മേഖലയിലെ ഉന്നതരുടെ ഇടപെടലുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നുവെന്ന് IG ദിനേന്ദ്ര കശ്യപ്. സംഭവവുമായി നേരിട്ട് ബന്ധമുള്ളവരെ എല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞതായി പോലീസ് അറിയിച്ചു. രാവിലെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. സിനിമാ താരത്തെ ആക്രമിച്ച കേസിൽ പ്രതികളായ 2 പേർ കൂടി ഇന്ന് പോലീസ് പിടിയിലായി. കൊടും കുറ്റവാളികളെന്ന് പോലീസ് തന്നെ വിശേഷിപ്പിക്കുന്ന വടിവാൾ സലീം, കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവരെ കോയമ്പത്തൂരിൽ നിന്നും ആലുവ റൂറൽ SPയുടെ സ്ക്വാഡ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പൾസർ സുനിൽ, വിജീഷ്, മണികണ്ഠൻ എന്നിവരെയാണ് ഇനിയും പിടികൂടാനുള്ളതെന്നും പോലീസ് പറഞ്ഞു. തട്ടിക്കൊണ്ടുപോകലും ബ്ലാക്ക് മെയിലിംഗും അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരാണ് ഇവരെന്നും പോലീസ് പറഞ്ഞു. എന്നാൽ സിനിമാ രംഗത്തെ കുടിപ്പക അടക്കമുള്ള കാര്യങ്ങൾ ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണെന്നും IG ജിതേന്ദ്ര കശ്യപ് പറഞ്ഞു. വേഗത്തിൽ അന്വേഷണം ഒരു പ്രത്യേക സംഘമായിട്ട് നടന്നുകൊണ്ടുവരിക. ബാക്കി കാര്യങ്ങൾ പിന്നെ അറിയിക്കാം. ഇപ്പൊ കുറച്ച് തിരക്കത്തിലാണ്. താങ്ക് യു സോ മച്ച്. പ്രധാന പ്രതി പൾസർ സുനി, അത് പറയാം. സിനിമാ മേഖലയിലെ ഉന്നതരുടെ എന്തെങ്കിലും ഇടപെടലിനെ കുറിച്ച് ആ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് പറയാം. അത് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, ഒരു ദിവസമായിട്ടുള്ളൂ. സംഭവവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളും ഉടൻ വലയിലാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് പോലീസ്. അന്വേഷണം ശരിയായ നിലയിൽ പുരോഗമിക്കുകയാണെന്ന് IG B സന്ധ്യ പ്രതികരിച്ചു. നടിക്കെതിരായ അക്രമത്തിൽ സ്വമേധയാ കേസെടുക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ ലളിത കുമാരമംഗലം പറഞ്ഞു. റിപ്പോർട്ട് കൊച്ചി. സ്ത്രീകൾക്കെതിരായ അതിക്രമം ഒറ്റപ്പെട്ട സംഭവമായി ചുരുക്കി കാണേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ ശ്രീമതി ബിന്ദു കൃഷ്ണ, കൊല്ലം DCC പ്രസിഡന്റ്, ശ്രീമതി T പാർവതി, അഭിനേത്രിയും നാടക പ്രവർത്തകയും, അഡ്വക്കേറ്റ് TB മിനി, മനുഷ്യാവകാശ പ്രവർത്തക, ഒപ്പം സിനിമാ പ്രവർത്തകരായ മേജർ രവി, മുകേഷ് തുടങ്ങിയവരെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീമതി T പാർവതി, പ്രമുഖയായ ഒരു അഭിനേത്രി ഇவ்விധം ആക്രമിക്കപ്പെടുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് നടക്കില്ല എന്ന് കരുതിയ ഒന്നായിരുന്നു. അഭിനേത്രി എന്നുള്ളത് സവിശേഷമായ ഒരു പദവി ആയതുകൊണ്ടല്ല, സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ളവർക്ക് കുറെ കൂടി സുരക്ഷിതമായി ഇറങ്ങി നടക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന പൊതുബോധം കൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നത്. ഇന്നാണ് തിരുവനന്തപുരത്ത് ഒരു 7 വയസ്സുകാരി ആക്രമിക്കപ്പെട്ട് ആ വിവരം മൂടിവെക്കപ്പെട്ടു എന്ന വിവരം നമ്മൾ അറിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്ത് ഒരു രാഷ്ട്രീയ നേതാവിനാൽ 3-ാം ക്ലാസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടത്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവ ഇത്ര, റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് എത്രമേൽ എന്ന് പറയാൻ പോലും ആകാത്ത കേരളത്തിൽ ഇവയൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണാൻ സാധിക്കുമോ? ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാനേ സാധിക്കില്ല. ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ സാധിക്കില്ല. പെൺകുട്ടികൾ പരാതിയുമായി വന്നു കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം കേരളത്തിൽ വളരെ സത്യസന്ധമായിട്ട് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിലെ ഒരു അവസ്ഥ ആലോചിച്ചു. ഒരു പെൺകുട്ടി വന്ന് പരാതി പറഞ്ഞാൽ അന്വേഷിക്കട്ടെ, നോക്കട്ടെ, ഇവളുടെ സദാചാരം എന്താണ്, ഈ പെൺകുട്ടി ആരാണ്, ഇവളുടെ ബന്ധങ്ങൾ ഏതൊക്കെയാണ്, അവൾക്ക് എത്രത്തോളം സത്യസന്ധതയുണ്ട് എന്ന് സ്വഭാവ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് അത് ആ പെൺകുട്ടിയും മറ്റവരുമായി പിന്നെ സൗഹൃദമുണ്ടല്ലോ, പരിചയമുള്ളവരായിരുന്നു അവരെ എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് ലൈറ്റാക്കുകയാണ്. റേപ്പ് കേസസിൽ നമ്മൾ പഠിക്കുമ്പോൾ ഭൂരിഭാഗവും ഒരു 80% എങ്കിലും പരിചയമുള്ളവരാണ് റേപ്പ് കമ്മിറ്റ് ചെയ്യുന്നത്, അല്ലാതെ അന്യരല്ല. വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ അന്യർ കമ്മിറ്റ് ചെയ്യുന്നത്. ഒരു 80% മുകളിലും പരിചയമുള്ളവരുടെ നിന്ന് തന്നെയാണ് അറ്റാക്ക് വരുന്നത്. ഇതൊക്കെ പഠനമാണ്. അപ്പോഴും പരിചയമുണ്ടായിരുന്നു എന്നുള്ള പേരിൽ ലൈറ്റ് ആക്കുന്നതാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, കൊടി സുനി, പൾസർ സുനി, പിന്നെന്താ കൊടുവാള്, വടിവാള്, ഓമന പേരിട്ട് നമ്മളിങ്ങനെ വളർത്തുവാണോ ഇവരെ?
എല്ലാവർക്കും അറിയാം, പറയുമ്പം ഇവരുടെയൊക്കെ പേരറിയാം, ഇവരെയൊക്കെ ആരാണെന്നറിയാം. ആർക്കും പക്ഷേ ഇവരെ ഒന്നും കിട്ടാനില്ല. ഇവരെ പോലീസ് അന്വേഷിച്ചാൽ കിട്ടത്തില്ല, ആർക്കും അറിയത്തില്ല. എല്ലാവരുടെയും ഓമന പേരുകളൊക്കെ എല്ലാവർക്കും അറിയാം. എന്തൊരു വെള്ളരിക്ക പട്ടണമാണ്. ഇത്രയും നേരമായിട്ടും 7 വയസ്സുകാരിയുടെ ഞാനൊരു മറ്റൊരു ചാനലിൽ പറഞ്ഞതാണ്, 7 വയസ്സുകാരിയുടെ കാര്യം, 3 വയസ്സുകാരിയുടെ കാര്യം, പിടിച്ചുകൊണ്ട് പോകുന്നത്, മുണ്ടനം ചെയ്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഇറക്കി വിടുന്ന കുട്ടികൾ, മയക്കി കിടത്തിയിട്ട് പോകുന്ന കുഞ്ഞുങ്ങൾ, ഇവരൊക്കെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഗൗരവമായി കാണുന്നതേയില്ല പൊതുസമൂഹം. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അത് അവരുടെ എന്തോ പ്രശ്നം കൊണ്ട് സംഭവിച്ചു പോയതാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗ്യാങ് ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് മുംബൈ ക്ലീൻ ചെയ്തതിന് സാഹചര്യത്തിൽ ഒരു ഡ്രഗ് മാഫിയ അല്ലെങ്കിൽ ഈ ആയുധ കച്ചവടത്ത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെയും ബേസ് കേരളമായോ എന്ന് സീരിയസ് ആയിട്ടൊരു അന്വേഷണം നടത്തേണ്ട ഒരു സമയമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, തുടരുക ശ്രീമതി ടി പാർവതി. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ മേജർ രവി, സംവിധായകൻ. ശ്രീ മേജർ രവി, നിങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക്, കേരളമാകെ സ്നേഹിക്കുന്ന ഒരു അഭിനേത്രിക്ക് വന്നുപെട്ടിട്ടുള്ള ഈ ആക്രമണത്തിൽ അങ്ങേയറ്റം പ്രതിഷേധവും രോഷവും എല്ലാ ആളുകൾക്കുമുണ്ട്. അത് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ആരോപണ വിധേയനായിരിക്കുന്ന സുനിൽകുമാർ എന്ന പൾസർ സുനി ഒരു സീരിയൽ ഒഫൻഡറാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സമാനമായ തരത്തിലുള്ള ആക്രമണങ്ങളും പരാതികളും ഇയാളെ സംബന്ധിച്ചുണ്ടായിരുന്നു. എന്നിട്ടും അയാൾ ഒരു ചലച്ചിത്ര താരം, പിന്നെ അടുത്ത ചലച്ചിത്ര താരം, പിന്നെ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഈ സിനിമാ മേഖലയിലെ പ്രമുഖരായ ആളുകളുടെയൊക്കെ ഡ്രൈവറായി എങ്ങനെ ഇത്രയും കാലം വിലസി എന്നുള്ളത് എന്ത് മറുപടി കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന ചോദ്യമാണ്? നമ്മളൊരു വ്യക്തിനെ ജോലിക്ക് വെക്കുന്ന സമയത്ത് നമ്മളതെല്ലാം ഓരോരോ പാഠങ്ങൾ, ഓരോരോ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കണം. ഇവന്റേതായിട്ടുള്ള ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ 7 കൊല്ലം ഹുഡ്ലിംഗ് ചെയ്തുകൊണ്ട് ഇത്രയും സിനിമാക്കാരുടെ മുന്നിൽ കൂടെ വളരെ മാന്യനായിട്ട് നടന്ന് അവരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി കാറ് കൊണ്ടുവരും, മറ്റേ പൾസർ അത് നടത്തി ഇതെല്ലാം നടത്തിക്കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒരു പാഠം പഠിക്കുകയാണ്. നമ്മൾ വീട്ടിലൊരു ജോലിക്കാരനെ നിർത്തപ്പോഴും പോലീസുകാരെ പറയും ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ എടുക്കണം പറഞ്ഞാൽ നമ്മൾ എടുക്കില്ല. കാരണം അത് നമുക്കൊരു പ്രശ്നമല്ല, ആര് നോക്കും. ഇതേ സംഭവമാണ് ഇന്നിപ്പോ അത് നമ്മുടെ ഈ കുട്ടിക്ക് സംഭവിച്ചത്. ഇത്രയും ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈവൻ ആ സെലിബ്രിറ്റി ഞാൻ സംസാരിച്ചപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ, ചേട്ടാ എന്നെ എന്ത് നന്നായിട്ടാണ് ആ 1 മാസം അവിടെ കൊണ്ട് എനിക്ക് വേണ്ടി വണ്ടി ഓടിച്ച്, അപ്പൊ എങ്ങനെയെങ്കിലും എനിക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് വെച്ചു. കറക്റ്റാണ്. ഇവരെ പോലുള്ളവർ ഇത്രയും വലിയ ക്രിമിനൽസ് എന്ന് പറയുന്നത് ദേ ആർ ദ ബെസ്റ്റ് ആക്ടേഴ്സ്. നമ്മുടെ മമ്മൂക്കയും മോഹൻലാലും നല്ല ഇവിടുത്തെ ആക്ടേഴ്സ്. ദേ ആർ ദ ബെസ്റ്റ് ആക്ടേഴ്സ് ടു ഹുഡിങ് ദ പബ്ലിക്. അവർക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കാണിച്ച് നിങ്ങളെ 7 കൊല്ലം പറ്റിച്ചുകൊണ്ട് ഇത്രയും വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് നടന്നിട്ടുള്ള ഈ മനുഷ്യർ ഇന്നാണ് അത് എക്സ്പോസ് ആവുന്നത്. അപ്പൊ ഇതുവരെയ്ക്കും അവരെ അഭിനയിപ്പിച്ച് പൊലിപ്പിച്ചു, എല്ലാവരെയും കൺവിൻസ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് സിറ്റുവേഷനിൽ പറ്റുന്ന സമയത്താണ് ഇവൻ തീരുമാനിക്കുന്നത് ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം. അത് പൈസ ഉണ്ടാക്കുന്ന സമയത്ത് അവൻ മറക്കുകയാണ് അവനെ പ്രസവിച്ചത് ഒരു സ്ത്രീയാണെന്ന്. കാരണം ഇവിടെ മനുഷ്യന്റെ രൂപത്തിലുള്ള ചെകുത്താനന്മാരാണ് ഇതിലേക്ക് ഈ ഒരു ഗ്രൂപ്പിന്. നേരത്തെ മാഡം സംസാരിച്ച് കറക്റ്റാണ്, അത് നല്ല രസമുണ്ടായിരുന്നത്. കാരണം ഇവർക്കൊക്കെ നമ്മൾ സമൂഹങ്ങൾ പേരിട്ട് കൊടുത്തു. കോടാലി സോൻസോ, മമ്മട്ടി സോൻസോ, പൾസർ സോൻസോ, ഇവരൊന്നും വീട്ടിലെ ബാക്ക്ഗ്രൗണ്ടോ അഡ്രസ്സോ ഒന്നും ഇല്ലാത്തവരാണ് ഇങ്ങനെയുള്ള അഡ്രസ്സുകൾ കിട്ടുന്നത്, അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പേരിലുള്ളത്. ഈ പേരുകൾ നമ്മൾ തന്നെ സമൂഹം കൊടുത്തിട്ട് സമൂഹത്തിൽ ഇവരൊക്കെ ഭയങ്കര പേടി സ്വപ്നങ്ങളാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നും ദേ ആർ ടേക്കിംഗ് ദ അഡ്വാൻറ്റേജ്. പിന്നെ ആ വിശ്വാസം നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവൻ വേറൊരു എംപ്ലോയിയാണ്. അവൻ എംപ്ലോയി ചെയ്തിട്ട് വേറൊരാളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. ഇന്നിപ്പോ മാർട്ടിൻ എന്ന് പറഞ്ഞ ഡ്രൈവറും ഇതുപോലെ മാസം ഈ കുട്ടിക്ക് വേണ്ടി വണ്ടി ഓടിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവരെല്ലാം പ്ലാൻ ചെയ്യായിരുന്നു. അപ്പൊ കേട്ട സമയത്ത് എന്താണ്, വണ്ടി കയറി സമയത്ത് ഇൻഫർമേഷൻ കൊടുക്കുന്നു, അതെല്ലാം കഴിയും. പിന്നെ നല്ല ഇത്രയും ട്രാഫിക്കുള്ള റോഡിൽ കൊണ്ടുപോയിട്ട് ഇതെല്ലാം ചെയ്ത് സംഭവം കഴിഞ്ഞിട്ട് തിരിച്ച് ഇത്രയും കറങ്ങിയിട്ട് അവിടെ കൊണ്ടിരുന്ന സമയത്ത് ഇതിന്റെയൊക്കെ മെന്റൽ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. തീർച്ചയായും ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ശ്രീ മേജർ രവി, അഡ്വക്കേറ്റ് ടി ബി ബിനി, ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണ് എന്ന് വ്യക്തമാകുന്നു. മലയാളത്തിൽ ഒരു കാലത്തെ പ്രമുഖ നടിയായിരുന്ന തൻ്റെ ഭാര്യയ്ക്ക് ഇതേ തരത്തിലുള്ള ദുരനുഭവം ഇത്രത്തോളം എത്തിയില്ലെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ ഇന്നലെ ഒരു ചാനലിൽ തുറന്നു പറയുന്നത് കേട്ടതാണ്. അത് 2010-ലാണ്. മറ്റൊരു നടിയെയും സമാനമായ വിധത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് എന്ന് വാർത്തകൾ പുറത്തു വരുന്നു. അതിന് സ്ഥിരീകരണമില്ല. ഇയാൾക്കെതിരെ ഉള്ള കേസുകളുടെ ലിസ്റ്റ് ഇപ്പോൾ നമ്മുടെ കൈവശമുണ്ട്. എന്നിട്ടും ഇയാളെ ഈ പ്രൊഡക്ഷൻ ഹൗസുകളൊക്കെ വീണ്ടും വീണ്ടും ഹയർ ചെയ്യുകയാണ്. ഇയാൾക്ക് ഇത്തരത്തിലുള്ള അധോലോക പ്രവർത്തനങ്ങൾ നടത്താനുള്ള താവളം ഒരുങ്ങുകയാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് താങ്കൾ മനസ്സിലാക്കുന്നു? ഇന്ന് നടി മഞ്ജു വാര്യർ അവരുടെ പ്രതിഷേധ യോഗത്തിലൊരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞൊരു കാര്യം, സിനിമാ ലോകത്തെ ക്രിമിനൽ വൽക്കരണം, മാഫിയ വൽക്കരണത്തെക്കുറിച്ച് ഗൗരവമായിട്ടുള്ള
ഒരു ചിന്ത വേണം എന്ന നിലയിലാണ്. അപ്പോൾ ഇത് ഈ പൾസർ സുനി, ഞാനിപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രതികളുടെ ലിസ്റ്റ് വായിക്കുമ്പോഴേ സുനി എന്ന് പറയുന്നതൊക്കെ കേൾക്കാം നമുക്ക്, പക്ഷേ പൾസർ സുനി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് തന്നെ ഈ മാഫിയ സംഘങ്ങളും ക്രിമിനൽസുമായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഇരട്ടപ്പേര് ചേർത്ത് അവരെ വിളിക്കുന്നത്. ഇത് സിനിമാ മേഖലയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടിരിക്കുന്ന ഒരു ക്രിമിനൽ വൽക്കരണത്തിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്തരം ആളുകൾക്ക് അവിടെ ജീവിച്ചു പോകാൻ കഴിയുന്നത്. ഇപ്പോൾ മുകേഷ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഇൻ്റർവ്യൂവിൽ മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു ഇയാൾ 1 വർഷം എന്ന് പറയുന്നത്. അതിനുശേഷം അയാൾക്ക് ചില സൂചനകൾ നടത്തി അയാളെ ഒഴിവാക്കുകയായിരുന്നു. അപ്പോഴും അവർക്കറിയാം ഈ 5 വർഷം മുന്നേ സുരേഷ് കുമാറിൻ്റെ അനുഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ അന്നും ഇയാളെ അറിയാം അവർക്ക്. പക്ഷേ ഇയാളെപ്പോലുള്ള ആളുകളെ ആവശ്യം വരുന്ന ഒരു സാഹചര്യം സിനിമാ മേഖലയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മളെന്തായാലും ഇത്തരം ഒരു ചർച്ചയിൽ നമ്മൾ ഇതിനെതിരായിട്ടുള്ള ഒരു ധീരമായിട്ട് അതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് ശ്രമിച്ച ആ നടിക്ക് നമ്മളൊരു അഭിവാദ്യങ്ങൾ എന്തായാലും നമ്മൾ നൽകണം. അവരുടെ കൂടെ സിനിമാ മേഖല മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അവരോടൊപ്പമുണ്ട്. നമ്മളെപ്പോഴും കാണുന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ആളുകൾ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാധവിക്കുട്ടി പറഞ്ഞതുപോലെ അതൊരു ഡെറ്റോൾ ഒഴിച്ച് കളയുന്ന പോലെ അവരുടെ ജീവിതം മുന്നോട്ട് പോകണം. അതിനാണ് അവർക്ക് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും നമ്മൾ നൽകേണ്ടത്. പകരം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഇരകളുടെ പിന്നാലെ പിന്നെ അവരെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ള. ഇപ്പോൾ പ്രധാന പ്രതിയെ അടിയന്തരമായി സർക്കാർ അറസ്റ്റ് ചെയ്യണം പോലീസ്. ഇതിൽ അന്വേഷണം നടക്കുന്നു, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഒന്നുമല്ല. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഒരു കേസ്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ തുടർച്ചയായി റേപ്പ് ചെയ്യപ്പെട്ട ഒരു പ്രതി, അതും ഒരു നാട്ടുമ്പുറക്കാരൻ, അയാൾ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ മിനിയാന്ന് നമ്മുടെ അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ അടുത്ത് ചോദിച്ചു, ലാൽജി സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, സാർ ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞ പ്രതി എവിടെയാണെന്ന്. അപ്പം എനിക്ക് പ്രതിയെ പിടിച്ചു കൊണ്ടുവരുന്ന പണിയല്ലല്ലോ. കേരള പോലീസ് ഇത്ര ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് വളരെ ലോക്കലായിട്ടുള്ള ഒരാളെ പോലും പിടിക്കാനായിട്ട് അവർ സന്നദ്ധരല്ല. എന്ന് മാത്രമല്ല അതിൽ പ്രതിഷേധിച്ച നാട്ടുകാരെ തല്ലി ഇന്നലെ ഓടിക്കുകയും ചെയ്ത്. അപ്പം ഇതൊക്കെ ഇതിൽ വേറൊരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അധികാരം കിട്ടിക്കഴിയുമ്പോൾ പോലീസ് സ്റ്റേഷനുകൾ പാർട്ടിക്കാർ ഭരിക്കുന്ന ഒരു ലൈനുണ്ട്. ഇതൊന്നും തീർത്തും ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നേട്ടം ഉണ്ടാവില്ല. അവിടെയൊക്കെ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റുകൾ, മാഫിയകളുടെ ഇൻട്രസ്റ്റുകൾ, സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരുടെ ഇൻട്രസ്റ്റുകളൊക്കെയാണ് സംരക്ഷിക്കപ്പെടുന്നത്. എത്ര കേസുകൾ ഈ ഭരണം വന്നതിന് ശേഷം നമ്മളുടെ അടുത്ത് വരുന്നു, സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് വരുന്നു, പോലീസ് സ്റ്റേഷനുകളിൽ സ്ത്രീകൾക്ക് നീതി കിട്ടുന്നില്ല. വളരെ ഗൗരവമായി ഇടതുപക്ഷ സർക്കാർ ഇതിൽ ഇടപെടണം. കാരണം ഇടതുപക്ഷ സർക്കാരിൽ അത്രയും വിശ്വാസമാണ് സ്ത്രീകൾ അർപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ വിഷയത്തിൽ ഈ കാലഘട്ടത്തിൽ വളരെ ഒരു അലംഭാവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി കേസുകൾ മാഫിയകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്നുണ്ട്. അതിനോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നിലപാട്, കുറ്റവാളികൾക്കെതിരായിട്ടുള്ള നിലപാട്, ഇത്തരം അഴിമതികൾക്ക് കൂട്ടുനിൽക്കുന്ന പോലീസുകാർക്കെതിരായിട്ടുള്ള നടപടി, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയാണ് വേണ്ടത്. പ്രതിയെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം. തീർച്ചയായും. ശ്രീ KN ബാലഗോപാൽ, എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? ഒരു സെലിബ്രിറ്റിയായ ഒരു നടിയെ ഒരു രാത്രി മണിക്കൂറുകളോളം എറണാകുളം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ഇത്തരം നടപടികൾക്ക് ഇരയാക്കുക, എന്നിട്ട് അതിലെ മുഖ്യപ്രതി ഇപ്പോഴും പോലീസിൻ്റെ പിടിയിൽ പെടാതെ നടക്കുക. ഇയാൾക്കെതിരെ മുൻപ് സമാനമായ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അടക്കമുള്ള കുറ്റകൃത്യങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിൻ്റെ മറ്റിടങ്ങളിൽ നടക്കപ്പെടുന്ന പീഡനങ്ങളുടെ വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ജിഷ എന്ന പെൺകുട്ടിയുടെ ദാരുണമായ മരണത്തിലുണ്ടായ ജനരോഷത്തിൻ്റെ കൂടി ഉൽപ്പന്നമാണ് പിണറായി വിജയൻ്റെ ഈ സർക്കാർ. ആ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നു? വളരെ വലിയ അനാസ്ഥ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ പോലും ഉണ്ടാകുന്നില്ലേ? ശ്രീ KN ബാലഗോപാൽ, ഇത് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങേയറ്റം സമൂഹമാകെ ഈ കാര്യത്തിനകത്ത് ഇടപെടുകയും ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തുകയും വേണം. ഈ കേസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അറിഞ്ഞ സമയത്തിനകം, വളരെ ചുരുങ്ങിയ സമയത്തിനകം തന്നെ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇനിയും പ്രധാനപ്പെട്ട പ്രതികളെ ഇനിയും പിടിക്കാനുണ്ടാവും. പക്ഷേ ഇന്ന് ഈ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നേരത്തെ വന്നതും നമ്മുടെ ശ്രദ്ധയിലുണ്ടാവില്ല. ഇന്നൊരു സംവിധായകൻ പറഞ്ഞു, 4 വർഷം മുമ്പ് ഇതേപോലെ ഒരു കേസ് വന്നു, പരാതി കൊടുത്തു,
പരാതി കൊടുത്തിട്ട് പോലീസ് അത് ഒത്തുതീർപ്പാക്കാനാണ് പറഞ്ഞത് എന്ന് ഇന്നൊരു പത്രസമ്മേളനത്തിൽ ഒരു പഴയ ഒരു സംവിധായകൻ തന്നെ പറഞ്ഞു, പഴയ സംഭവത്തെ സംബന്ധിച്ച്. അപ്പോൾ ഈ കാര്യത്തിനകത്ത് ഇപ്പൊ ആളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇനി മറ്റുള്ള ഒരു പ്രധാന പ്രതിയെ പിടിക്കുമായിരിക്കും. അതുകൊണ്ട് മാത്രം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആവാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് തന്നെ 1-2 കേസുകൾ ഈ അടുത്തിടയ്ക്ക് വന്നിരുന്നു. 2 പേര് തമ്മിൽ, നിർമ്മാതാക്കൾ തമ്മിൽ ഒരു സംഘടന ഉണ്ടായി, അത് കഴിഞ്ഞ് ഒത്തുതീർപ്പായി. മയക്കുമരുന്ന് കച്ചവടത്തെ സംബന്ധിച്ച് നേരത്തെ ഒരു 2-3 വർഷം മുമ്പ് വന്ന ചില കാര്യങ്ങളുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെ കാണുകയും നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ആളുകൾക്ക് വാഹനത്തിൽ കയറി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നാണക്കേടാണ്. അതുകൊണ്ട് ശക്തമായ നടപടിയെടുക്കണം. പോലീസ് അക്കാര്യത്തിനകത്ത് ശക്തമായ നടപടി എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് DGP ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന്റെ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് പോലീസ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു, നേരത്തെ അങ്ങനെയായിരുന്നു എന്നുള്ള തരത്തിലുള്ള തർക്കത്തിന്റെ കാര്യത്തിലൊന്നും പോകണ്ട. പോലീസ് ഈ കാര്യം വന്നിട്ട് ശക്തമായി ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ശ്രീമതി ബിന്ദു കൃഷ്ണ താങ്കളുടെ അഭിപ്രായം? പോലീസ് ചില പ്രത്യേക ഘട്ടങ്ങളിൽ മാത്രം പ്രവർത്തിക്കുകയും അല്ലാത്ത ഘട്ടങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമല്ലല്ലോ. പൊതുവെ അതിന് ഒരു പക്ഷേ ചില ദൗർബല്യങ്ങൾ ഉണ്ടാകാം, ചില ശക്തികളും ഉണ്ടാകാം. അതിനപ്പുറത്തുള്ള ബോധപൂർവമായ അനാസ്ഥ സ്ത്രീകൾ നേരിടുന്ന ഇത്തരം വിഷയങ്ങളുടെ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ സംഭവത്തിലുണ്ടായ ഞെട്ടലിൽ നിന്ന് പ്രമുഖയായ നടിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുര്യോഗത്തിൽ നിന്നുണ്ടായ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും മുക്തരായിട്ടില്ല, ഞാനും മുക്തയായിട്ടില്ല. എന്താണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും പേടിയോടെ ആശങ്കയോടെ, വിശേഷിച്ച് സ്ത്രീകൾ ഇരിക്കുന്ന സമയം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിലെയും കുറ്റവാളികൾക്ക് നേരിട്ടല്ലെങ്കിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ സംരക്ഷണം കൊടുക്കുന്ന നിലയിലേക്ക് ആയിപ്പോകുന്നു എന്നത് തന്നെയാകാം കുറ്റവാളിക്ക് ഒരു സംരക്ഷണമായി വരുന്നത്. ഈ കേസിൽ പോലും ഈ പ്രതി, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്ന പൾസർ സുനി പാലാരിവട്ടം ടവറിന്റെ പരിധിയിൽ ഉണ്ടായിരുന്നു പോലീസിന് വിവരം കിട്ടുമ്പോൾ. എന്നിട്ട് എന്തുകൊണ്ട് ജാഗ്രത അയാളെ പിടിക്കാൻ കാണിച്ചില്ല എന്ന് ഓർക്കുമ്പോൾ അങ്ങേയറ്റം വേദനയുണ്ട്. പ്രതി പോയി കഴിഞ്ഞിട്ട് അതിനു വേണ്ടിയുള്ള സമയമൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ പോലീസ് പിന്നാലെ നടന്ന് വല്ലാത്ത അന്വേഷണമാണ്. കേരളത്തില് ഇത്രയും പ്രധാനപ്പെട്ട ഒരു നാഷണൽ ഹൈവേയിൽ പോലീസ് പെട്രോളിംഗ് ഉള്ള, ലൈറ്റുള്ള, എല്ലാം ഉള്ള ഒരു സ്ഥലത്ത് ഇത്രയും 25 കിലോമീറ്ററോളം ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് പോലീസ് അറിയുന്നില്ല. എന്ത് ജാഗ്രതയാണ് പോലീസ് ഈ കാര്യത്തിലുള്ളത്? സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനായിട്ടുള്ള എല്ലാ സംവിധാനവും പാളി. ഈ ഗവൺമെന്റ് ഏറ്റവും ശക്തമായി വലിയ പ്രചണ്ഡമായ പ്രചരണത്തോടുകൂടി തുടങ്ങിയത് പിങ്ക് പോലീസിംഗ്. അത് വിളിച്ചാൽ ആളെ കിട്ടാനില്ല. കൊച്ചിയിൽ വിളിച്ചാൽ തിരുവനന്തപുരത്ത് കിട്ടും, തിരുവനന്തപുരത്ത് വിളിച്ചാൽ ചിലപ്പോൾ കോഴിക്കോട് കിട്ടും. ഇത്തരത്തിലേക്ക് എല്ലാ സംവിധാനങ്ങളും മാറിയിരിക്കുന്നു. നിർഭയ സംരക്ഷണ പദ്ധതികളൊക്കെ മാറിയിരിക്കുന്നു. ശരിക്കും ഡൽഹിയിലെ നിർഭയ കേസ് പോലൊരു കേസാണ് വന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വിടരുതെന്ന ഇരുമ്പ് മറയ്ക്ക് ഉള്ളിലായതുകൊണ്ട് വരുന്ന റിപ്പോർട്ടുകളെ ആശ്രയിച്ച് മാത്രമേ സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. പക്ഷെ കേൾക്കുന്നതൊന്നും നല്ലതല്ല. അതിനും അപ്പുറത്തേക്ക് ഈ ഒരു വിഷയം ഉണ്ടായിട്ട് ഇന്നലെ സിനിമാ രംഗത്ത് 1.5 പതിറ്റാണ്ടിലേറെ എല്ലാവർക്കും പ്രിയങ്കരിയായി നിന്നിട്ടുള്ള ഒരു നടി, ആ കലാകാരിക്ക് ഈ ദുര്യോഗം ഉണ്ടായിട്ട് ആ രംഗത്തുള്ളവർക്ക് പ്രതികരിക്കാൻ മടി. ജനപ്രതിനിധികളായ കലാകാരന്മാർ പോലും, ഉത്തരവാദപ്പെട്ട താരസംഘടനയുടെ നേതാക്കന്മാർ പോലും അന്വേഷിച്ചിട്ട് പറയാം. മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രസ്താവന എന്തായിരുന്നു? അത് അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കട്ടെ എന്ന്. ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? മാത്രമോ ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എനിക്ക് വല്ലാതെ വേദന തോന്നി. രാഷ്ട്രീയമൊക്കെ നമുക്ക് മാറ്റിവെക്കാം, പക്ഷേ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് എങ്ങനെ പറയാൻ തോന്നി? അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരാൾക്കാണ് വന്നതെങ്കിൽ അദ്ദേഹം പറയോ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്? ഇത് ഒറ്റപ്പെട്ടതാണോ? അനുദിനം സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയല്ലേ? സദാചാര ഗുണ്ടായിസ്. ഇവിടെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് 2 പിഞ്ചു പെൺകുട്ടികൾ, സൂര്യഗായത്രിയും അസ്മിതയും, അവർ ശാരീരികമായി ഉപദ്രവം ചെയ്തു. ഇതുവരെ അവരുടെ വാക്കിൽ കേസെടുക്കില്ല, അവർക്കെതിരെ കേസെടുക്കുന്നു. ഇത് എന്ത് നാടായത്? ഇത്തരത്തിലെ സ്ത്രീകൾക്കെതിരെയുള്ള കേസിന് വാചകത്തിലാണെങ്കിൽ ഞങ്ങൾ സ്ത്രീ സുരക്ഷ, ജിഷയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് 140 നിയമസഭാ നിയോജകമണ്ഡലങ്ങൾ വോട്ട് പിടിച്ചപ്പോ ആ ആത്മാവിനോടെങ്കിലും ഒരു ഇത് കാണിക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ മഹിളാ കോൺഗ്രസിന് പറയാനുള്ളത്. ദയവായി തുടരണം ശ്രീമതി ബിന്ദു കൃഷ്ണ. ശ്രീ മേജർ രവി, ഇക്കാര്യത്തിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. സ്ത്രീകൾ നേരിടുന്ന സുരക്ഷിതത്വമില്ലായ്മ വലിയ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ തന്നെയും എങ്ങനെയാണ് ഈ മാഫിയകൾക്ക് ഇത്ര അനായാസമായി ഈ സിനിമാ രംഗത്തേക്ക് നുഴഞ്ഞു കയറാൻ പറ്റുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഇത് പ്രൊഡക്ഷൻ കമ്പനി ഹയർ ചെയ്ത ഡ്രൈവറാണ് ഈ കുഴപ്പമുണ്ടാക്കിയത്, ഈ കുഴപ്പത്തിന് കൂട്ടുനിന്നത്.
ഒരു അഭിനേത്രിയെ സുരക്ഷിതമായി സെറ്റിൽ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യുക, ഡബ്ബിങ്ങിനാണെങ്കിൽ അതിന് കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യുക, ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ ജോലിയാണല്ലോ. ഇവിടെ അവർ വാടകയ്ക്ക് എടുത്തു കൊടുത്ത, അവർ ഏർപ്പെടുത്തി കൊടുത്ത വാഹനത്തിൽ വെച്ച് അതിൻ്റെ ഡ്രൈവർ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു നെറ്റ്വർക്ക് ഈ സിനിമാ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം പരിപാടികളിലൊക്കെ ഏർപ്പെടാൻ തക്കവണ്ണം ഉണ്ടാകുന്നത്? അഭിലാഷ് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം ഇതൊരു ലോജിക്കൽ ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മുടെ ഇത്രയും കാലത്ത് ഈ ഒരു സിനിമാ ലോകത്തിൽ ഇതുപോലുള്ള ഇപ്പം സുരേഷിന്റെ കാര്യം പറഞ്ഞു, അത് അന്ന് കേസ് കൊടുത്തു, അത് ഉണ്ടായിട്ടുണ്ട്, അതിപ്പോഴും കേസ് അവിടെ കിടപ്പുണ്ട്. ഇങ്ങനെ വളരെ റെയർ ആയിട്ട്. പക്ഷെ ഇതുപോലെ തന്നെ ഈ ഡ്രൈവേഴ്സ് ഗ്രൂപ്പ് തന്നെ പാവപ്പെട്ട നല്ല കുട്ടികൾ ഡ്രൈവേഴ്സ് ഉണ്ട്. പലരും നമ്മൾ അവരെ തന്നെ തേടി പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ ഡ്രൈവർ വേണം എന്ന് പറയുന്ന ഒരു സമൂഹത്തിലേക്ക് ഒരുത്തൻ ചെയ്തിട്ടുള്ള തെറ്റുകൊണ്ടാണ് ഇപ്പൊ ഇതെല്ലാം ആ കംപ്ലീറ്റ് കമ്മ്യൂണിറ്റീനെ അവര് ഇതായി പോകുന്നത്. സോ ഒരാൾ ഈ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നോക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ബിക്കോസ് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ സാധാരണഗതിയിൽ ഇതുപോലെ ചർച്ചകൾ കഴിഞ്ഞു, 2-3 ദിവസം കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞ് ചർച്ചയും കഴിഞ്ഞ് അഭിലാഷ് നമ്മൾ വേറെ ടോപ്പിക്കിലോട്ട്. പക്ഷേ ഇവിടെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സൗമ്യയുടെ വധക്കേസ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെയാണോ ഒച്ചമളം ഉണ്ടാക്കിയത്, എന്താണോ അവസാനം പറഞ്ഞ് ഞാൻ ഇപ്പോഴും ബിരിയാണി അടിച്ചാൽ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള ലെവലിൽ നമ്മുടെ ബെസ്റ്റ് ഡെമോക്രസിയാണ് എല്ലാം ഞാൻ സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഭരിക്കുന്ന ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഭരിക്കാത്ത ഗവൺമെന്റിനെയോ പ്രതിപക്ഷത്തിനോ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ചോദിക്കുന്ന എത്രയേ ഉള്ളൂ, ഇതുപോലൊക്കെ നടക്കുന്ന സംഭവങ്ങൾക്ക് പല ഫോറിൻ രാജ്യങ്ങളും ഡെമോക്രാറ്റിക് രാജ്യങ്ങളിൽ പോലും കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ആ ശിക്ഷയാണ് നമ്മൾ ഇനി അല്ല. ഇതിൽ ശ്രീ മേജർ രവി ഒന്ന് ശിക്ഷയിലേക്ക് പോകാം. അതിനു മുൻപ് ഞാൻ ഈ ഡ്രൈവർമാരുടെ സമൂഹത്തെ ആകെ കുറ്റപ്പെടുത്തിയതല്ല. ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ, ഇങ്ങനെയുള്ള ക്രിമിനലുകൾ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വളരെ സജീവമായി അവരുടെ പ്രവർത്തനം നടത്താൻ വേണ്ടി വരുന്നത് എന്നുള്ളതാണ് സംശയം. കാരണം ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇയാളെക്കുറിച്ച് തന്നെ ഉയർന്നിട്ടുള്ള ആദ്യത്തെ പരാതിയുമല്ല. ഇന്നിപ്പോൾ താങ്കൾ തന്നെ പങ്കെടുത്തിട്ടുള്ള യോഗത്തിൽ നടി മഞ്ജു വാര്യർ ഇതിന് പിന്നിലുള്ള ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ഇതിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. ഇതൊരു ഡ്രൈവർക്ക് മാത്രം തോന്നിയ ഒന്നല്ല എന്ന് വ്യക്തമാണ്. ഇന്ന് പിടിയിലായിട്ടുള്ള 2 കൊട്ടേഷൻ സംഘാംഗങ്ങൾ പറഞ്ഞത് 30 ലക്ഷം രൂപ ആണ് ഞങ്ങൾക്ക് 2 പേർക്കുമായി പൾസർ സുനി തരാമെന്ന് ഏറ്റിരുന്നത് എന്നാണ്. അങ്ങനെ 30 ലക്ഷം രൂപ കൊടുക്കാൻ മാത്രം പ്രാപ്തനായ ഒരാളാണ് അയാൾ. കേവലം ഒരു ഡ്രൈവറല്ല, അയാളൊരു മാഫിയ സംഘത്തലവനാണ്, ഒരു കൊട്ടേഷൻ സംഘത്തലവനാണ്. അങ്ങനെ ഒരു കൊട്ടേഷൻ സംഘത്തലവൻ ഇത്ര അനായാസമായി സിനിമാ മേഖലയിലുള്ള ആളുകളുമായി ഇടപെടാൻ തക്കവണ്ണമുള്ള സാഹചര്യം ഒരുങ്ങുന്നത് എങ്ങനെയാണെന്നാണ് എൻ്റെ സംശയം. അഭിലാഷ് ഞാൻ നേരത്തെ അഭിലാഷിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് അഭിലാഷ് അവരെ കുറ്റപ്പെടുത്തിയെന്നല്ല ഞാൻ പറഞ്ഞു. ഈ ഡ്രൈവേഴ്സ് കമ്മീഷൻ യൂസ് ചെയ്ത ആ വാക്ക് കറക്റ്റാണ്. ഈ പുഴുക്കുത്തുകളായിട്ട് 1-2 ആൾക്കാർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു സമൂഹത്തിനകത്ത് ഒരു ജാതി അല്ലെങ്കിൽ ഒരു പാർട്ടി ഇങ്ങനെ എല്ലാവരും നമ്മൾ ബ്ലെയിം ചെയ്യുന്നത് ഒരാൾ ചെയ്യുന്ന തെറ്റുകൊണ്ടാണ്. അപ്പം ഇവിടെ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവറല്ല, ഡ്രൈവറിനെ കൊണ്ട് ഇങ്ങനൊരു സംഭവം മാസ്റ്റർ മൈൻഡ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് നിങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന മാധ്യമങ്ങളൊക്കെ എല്ലാവരും കൂടെ കൊടുത്തിരിക്കുന്ന നമ്മുടെ സമൂഹം കൊടുത്തിരിക്കുന്ന ഒരു തലപ്പെട്ടമായിട്ട് പൾസർ സുനി എന്ന് പറയുന്നവൻ, ഇവന് സ്വന്തമായിട്ടുള്ള ഒരു അഡ്രസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ പൾസർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേരൊക്കെ വെച്ചിരിക്കുന്നത്. ഇവരുടെ എല്ലാം ക്രിമിനൽ മെന്റാലിറ്റി എന്ന് പറയുന്നത് ദേ ക്യാൻ ഗോ അപ് ടു എനി എക്സ്റ്റെന്റ്. ഈവൻ ഒന്നും കിട്ടാതെ, കാരണം അവന്റെ മൈൻഡ് ആ സെറ്റ് അങ്ങനെ ആയിരിക്കുന്നു. അപ്പൊ അവൻ അതിന് അഭിനയിച്ചുകൊണ്ട് സിനിമാക്കാരുടെ അടുത്തേക്ക് കയറാൻ എന്താ വേണ്ടത്? ഒരു വണ്ടി ഇപ്പൊ പ്രൊഡക്ഷൻ വേണമെന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു വണ്ടി കൊണ്ടുവന്ന് കൊടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് അഭ്യാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ ഇവനെ നമുക്ക് മറ്റു പടത്തിൽ യൂസ് ചെയ്യാൻ കേട്ടോ, ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട്. പക്ഷെ ഇവനെ യൂസ് ചെയ്യാമെന്നുള്ളത് ഇവന്റെ ഈ പ്രവൃത്തി കണ്ടിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ അവന്റെ പിറകിൽ അവന്റെ ഇന്റൻഷൻ എന്താണെന്നുള്ള ഇപ്പൊ പൾസർ സുനിയെപ്പോലുള്ള ആളുകളിൽ 7 കൊല്ലത്തെ ക്രിമിനൽ റെക്കോർഡ് ഉള്ള ഒരു മനുഷ്യനാണെന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവൻ സിനിമ സെറ്റുകളിലൊക്കെ ഇഷ്ടംപോലെ വണ്ടി ഓടിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇത് ഇനിയുള്ള എന്താണെന്ന് വെച്ചാൽ വാണിംഗ് ആണ്. ഇത് സമൂഹത്തിനും ഒരു വാണിംഗ് ആണ്, ആർക്കാണെങ്കിലും ശരി. ഈ പോലീസ് പലപ്പോഴും നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ പോലീസിനെ കുറ്റപ്പെടുത്താറുണ്ട്. എന്നിട്ട് അതല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി പ്രതിപക്ഷം പറയും, പ്രതിപക്ഷം ഭരിക്കുന്നവരെ ആ കുറ്റപ്പെടുത്തല്ല ഞാൻ പറയും. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇനിയെങ്കിലും ഒരു മനുഷ്യനെ വീട്ടിൽ വേലയ്ക്ക് നിർത്തുമ്പോൾ പോലും പോലീസ് പറയും ഞങ്ങളെ ഇൻഫോം ചെയ്യണമെന്ന്. അത് നിങ്ങളെ പനിഷ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇതുപോലെ ഓരോ വ്യക്തികളും ഓരോ സമൂഹത്തിലും ഓരോ ഓർഗനൈസേഷനിൽ വരുന്ന സമയത്ത് ഇവന്റെ ഫുൾ ട്രാക്ക് റെക്കോർഡ് അറിഞ്ഞതിന് ശേഷം, പക്ഷെ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ശരി, ഞാൻ ആ പോയിന്റിലേക്ക് മടങ്ങിയെത്താം. ശ്രീമതി ടി പാർവതി, 5 വർഷം മുൻപല്ല, അതിനു മുൻപ് 7 വർഷം മുൻപ് നിർമ്മാതാവ് സുരേഷ് കുമാറും ഭാര്യയും കൊടുത്ത പരാതി ഇയാൾക്കെതിരെ ഉണ്ട്. ഇയാളാണ് ആ ഡ്രൈവർ എന്നുള്ളത് സിനിമാ രംഗത്തുള്ള പലർക്കും, ജോണി സാഗരിയയ്ക്ക് അറിയാമായിരുന്നു. അയാളാണ് എന്നോട് പറഞ്ഞതെന്നാണ് സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്.
അതിനുശേഷം മറ്റൊരു താരത്തെയും സമാനമായ വിധത്തിൽ അപായപ്പെടുത്താൻ ഇയാൾ ശ്രമിച്ചു എന്ന് വാർത്തകൾ വരുന്നുണ്ട്. അതാരാണ് എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ടും ഈ ഡ്രൈവർ ഈ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം വിവിധ സിനിമാ താരങ്ങളുടെ, സംവിധായകരുടെ, നിർമ്മാതാക്കളുടെ, പ്രൊഡക്ഷൻ ഹൗസുകളുടെ ഒക്കെ ഡ്രൈവറായി, ഒപ്പം മറ്റ് ഡ്രൈവർമാരെ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ആളായി, വാഹനങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ആളായി ഇപ്പോഴും തുടരുക എന്നുള്ളത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അഭിലാഷേ, ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്കറിയില്ല. വലിയ ഒരു അന്വേഷണം തന്നെ. പക്ഷേ എൻ്റെ മനസ്സിൽ സ്വാഭാവികമായി പോകുന്ന ഒരു ലോജിക്കലായിട്ടൊരു തോട്ടുണ്ട്. ഒന്ന്, ഈ 2 പെൺകുട്ടികളെ ഇതിന് മുമ്പ് പീഡിപ്പിച്ചു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതേ സമാനമായ രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. 2, ഇതിൽ എത്ര പേര് അധികം ഉണ്ടാവും? എത്ര പേര് ഇതിന് പറയാൻ തയ്യാറാകാതെ ഉണ്ടാവും? ഇപ്പം തന്നെ ഇത് പുറത്തു വന്നത് മാധ്യമങ്ങൾ ഇത്രയും ജാഗ്രതയോടെ നിൽക്കുന്ന കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഞാൻ പറയുന്ന മറ്റൊരു കാര്യം, നമുക്ക് നമ്മുടെ പോൺ ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയാം. പോൺ ഇൻഡസ്ട്രിയിൽ ദിവസവും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മിക്ക ഓൺലൈൻ മാഗസിൻസും ലീക്ഡ് ഫോട്ടോസ് ഓഫ് ഏമി ജാക്സൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നു. അവരുടെ ക്യാമറയിൽ അവരുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ട് കിട്ടിയ അവരുടെ ചിത്രങ്ങൾ ഇത് ക്ലിക്ക് കിട്ടാൻ വേണ്ടി ഒരുപാട് വൈറലാവുന്നത് കണ്ടിരുന്നു സോഷ്യൽ വെബ്സൈറ്റ്സിൽ. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഫോട്ടോസ് എടുത്തു കൊടുക്കാൻ, അല്ലെങ്കിൽ നഗ്നത, ഈ തരത്തിലുള്ള അവളെ അറ്റാക്ക് ചെയ്യപ്പെടുന്നതിൻ്റെ കുറച്ചും കൂടി മൊറോസ് ആയിട്ടുള്ള, കുറച്ചും കൂടെ ഹൊറിഫൈങ് ആയിട്ടുള്ള വിഷ്വൽസ് എടുത്തു കൊടുത്താൽ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് പോൺ സൈറ്റ്സ് ഇരിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടാകുമെന്ന് തന്നെ 100%. ഇതിൻ്റെ ഒരു നെക്സസ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് നമുക്കറിയാം, ഡ്രഗ് മാഫിയയെക്കുറിച്ച് നമുക്കറിയാം. 100% ഒരു നടിയുടെ നഗ്നതയെ ആരെങ്കിലും പകർത്തി കൊടുക്കാൻ തയ്യാറായാൽ, അതും ഭീതിപ്പെടുത്തുന്ന ഗാങ് റേപ്പ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും നിലയ്ക്ക് ഓരോ പെൺകുട്ടികളുടെ പേരും പറഞ്ഞുകൊണ്ട് ഈ നിലയ്ക്കുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാൻ കാത്തിരിക്കുന്നവരുണ്ടാവാം ഒരുപക്ഷെ. ഞാൻ ഭീതിയോടെയാണ് കാണുന്നത്, വളരെയധികം ഭീതിയോടെ. കാരണം ഇന്നൊരു കുട്ടി, നാളെ എത്രയോ പേര്, അല്ലെങ്കിൽ ഇതിന് മുമ്പ് എത്രയോ പേര്, നമുക്ക് അറിഞ്ഞുകൂടാ. അത്രയും വലിയൊരു ഇൻഡസ്ട്രി ഉണ്ട്. ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങളുടെ വരെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. 3 വയസ്സുകാരിയുടെ, 1 വയസ്സുകാരിയുടെ, ഏതൊക്കെ നിരത്തിൽ തലയിൽ നുരയുന്ന കാമക്കൊതിയുമായി എന്തെല്ലാം കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നു അവരെ എല്ലാവരെയും തന്നെ പൈസ കൊടുത്തിട്ട് കേരളം ആകെ ഞെട്ടിപ്പോകുന്ന ആ ഒരു വാർത്തയുടെ ആഘാതം ഇതുവരെയും മാറിയിട്ടില്ല. താങ്കളുടെ സഹപ്രവർത്തകയായ ആ യുവതിക്ക് നേരിട്ട ദുര്യോഗം ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയേ വഴിയുള്ളൂ. ഇക്കാര്യത്തിൽ സിനിമാ ലോകത്തിന് ആകെ ആവശ്യപ്പെടാനുള്ളത് എന്താണ്? അല്ല, നമുക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള ഓരോ സംഗതികൾ വരുമ്പോൾ ഇനി ഇത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പറയാം, അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം, എല്ലാം ചെയ്യാം. ഞാൻ രാവിലെ തൊട്ട്, ഞാനിപ്പോൾ മദ്രാസിലാണ്, രാവിലെ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഭാവനയുമായിട്ട് ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ കൂടി ഒരു 1 മണിക്കൂർ മുമ്പ് സംസാരിച്ചു. അത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത്തരം ഒരുപാട് സംഗതികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയും ഇത് പലപ്പോഴും തുറന്നു പറയാനായിട്ട്, ഈ സെയിം സംഗതി ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് സിബി മലയിലിന്റെ കൂടെ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ഒറ്റപ്പാലത്ത് വെച്ച് പാലക്കാട് മലയാളത്തിലൊരു പ്രമുഖയായിട്ടുള്ള അതിലെ ഹീറോയിൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയിട്ട് തിരിച്ച് രാത്രി ആ പ്രൊഡക്ഷന്റെ വണ്ടിയിൽ തിരിച്ചു വരുമ്പോൾ ആ ഡ്രൈവർ അവരെ കയറി പിടിക്കുകയും അവര് രാത്രി നിലവിളിച്ചുകൊണ്ട് റോഡിൽ കൂടെ ഓടുകയൊക്കെ ചെയ്ത് അന്ന് രാത്രി സിബി മലയിൽ പറഞ്ഞ് അടുത്ത ദിവസം കാലത്ത് ഇത് പോലീസിനോട് പറയണമെന്ന് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു വേണ്ട, വിട്ടേക്കാം, ഇനി ഇതൊരു വലിയ ഇഷ്യൂ ആക്കണ്ടെന്ന് പറഞ്ഞ് അന്ന് അടുത്ത ദിവസം രാവിലെ തന്നെ ആ ഡ്രൈവറെ സെറ്റിൽ നിന്ന് പറഞ്ഞു വിടുകയും തിരിച്ചു വിടുകയൊക്കെ ചെയ്തു. പക്ഷെ ഇവിടെ ധീരമായിട്ട് ഈ കുട്ടി അതിനെ പ്രതികരിച്ച് മുമ്പോട്ട് വരാൻ കാണിച്ചൊരു ധൈര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന്. അതിന് നമ്മുടെ നമുക്ക് ഇതിന് കിട്ടാവുന്ന ശിക്ഷ ഒരിക്കലും ഈ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെല്ലാം ഇത്ര നടക്കുന്നു, പുറമേയുള്ള ഒരു രാജ്യത്ത് അതിന് കിട്ടാവുന്ന ശിക്ഷ എത്ര വലുതാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഇത് നടക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് ക്രൂരമായിട്ടൊരു ശിക്ഷ ഇതിന് നൽകി ഇനി ഒരുത്തിനും ഇതിന് ധൈര്യപ്പെടരുത്. ഒരുത്തൻ പോലും ഒരു സ്ത്രീയുടെ, നമ്മുടെ ഒരു പെങ്ങന്മാരുടെ നേരത്തെ കൈ പൊങ്ങരുത്. അവനെ അവിടെ വെച്ചിട്ട് അവനെ അടിച്ച് തീർക്കണം, റോഡിൽ ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കണം അവനെയൊക്കെ. അങ്ങനെയൊന്നാണ് സംഭവിക്കേണ്ടത്. ശ്രീ ജയറാം, ഇതൊരു ഡ്രൈവർ അയാളുടെ ഏതെങ്കിലും ഒരു നിമിഷം കൊണ്ട് ചെയ്യുന്ന അല്ലല്ലോ. കാരണം വളരെ വലിയ ആസൂത്രണമുള്ള
ഒന്നാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണെന്ന് മാത്രമല്ല പ്രതികൾക്ക് മറ്റ് കൊട്ടേഷൻ സംഘാംഗങ്ങൾക്ക് 30 ലക്ഷം രൂപയാണ് ഈ പൾസർ സുനി എന്ന ആൾ വാഗ്ദാനം ചെയ്തത്. 30 ലക്ഷം രൂപ കൊടുക്കാനുള്ള ആൾ എന്ന് പറയുമ്പോൾ അയാളെ നമുക്ക് ഏത് തരത്തിലാണ് ഊഹിക്കാനാവുക? അത്ര വലിയൊരു ക്രിമിനലാണ്. ഇങ്ങനെ ഒരു ക്രിമിനൽ എങ്ങനെയാണ് ഈ സിനിമാ രംഗത്ത് താരങ്ങളുടെയും പ്രൊഡക്ഷൻ ഹൗസുകളുടെയും ഒക്കെ ഡ്രൈവറായി വിഹരിക്കുന്നത്? സാർ, ഒരുപാട് പേരുണ്ട് ഇങ്ങനെ, നമുക്കറിയില്ലല്ലോ. എനിക്കിപ്പോ സ്വന്തമായിട്ട് കാറുണ്ട്, എനിക്ക് എന്റെ കൂടെ 14-15 വർഷമായിട്ടുള്ള എന്റെ കൂടെ ഡ്രൈവറുണ്ട്. പക്ഷെ നമുക്കൊരു സാധാരണ എത്രയോ പേര് ഹീറോയിൻ ആയാലും മറ്റുള്ള ആൾക്കാരും പുതിയ അഭിനയിക്കാൻ വരുന്ന ആളായാലും ഇപ്പൊ എന്റെ മകൻ അഭിനയിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്നത്, പക്ഷെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഓരോ ഡ്രൈവേഴ്സ് വരും, കൊണ്ടുപോകും, പുതിയ ഡ്രൈവേഴ്സ് വരും. പലരും ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന്റെ ഒക്കെ ഫ്രണ്ട്സ് ആയിരിക്കാം. അങ്ങനെ വന്നിട്ട് കാർഡില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പോ ഇനി തൊട്ട് ഓരോ ഹീറോയിനും പോകുന്ന വാഹനത്തിന് അത്രത്തോളം സുരക്ഷ, അതിന്റെ വരുന്ന ഡ്രൈവർ ആരാണെന്നും അവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പോലീസിൽ ഏൽപ്പിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് സർ. ഒപ്പം ഒറ്റ കാര്യം കൂടി, ഇതേ തരത്തിലുള്ള അനുഭവം ഇതേ ആളിൽ നിന്ന് മുൻപുണ്ടായിട്ടുണ്ട് എന്നുള്ള തുറന്നു പറച്ചിലും നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കേൾക്കുകയുണ്ടായി. ഇയാളെക്കുറിച്ച് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നിർമ്മാതാവായിട്ടുള്ള സുരേഷ് കുമാർ തന്നെ കൊടുത്തിട്ടുള്ള പരാതിയുണ്ട്. ആ പരാതിയിൽ പോലും ഒരു നടപടി ഉണ്ടായിട്ടില്ല. പോലീസ് നടപടി പോകട്ടെ, ആ പരാതി ഉണ്ടായിട്ടും ഇയാൾക്ക് വീണ്ടും ഇങ്ങനെ പ്രൊഡക്ഷൻ ഹൗസുകളുടെ ഒക്കെ ഡ്രൈവറായും പ്രധാനപ്പെട്ട ആളായും ഒക്കെ വരാൻ കഴിഞ്ഞു എന്നുള്ളത് ആശങ്കാജനകമല്ലേ? നിങ്ങൾ സിനിമാ സംഘടനകൾ, ഫെഫ്കെ അടക്കമുള്ള ഘടകങ്ങളിൽ ഇക്കാര്യത്തിൽ കൃത്യമായി വെരിഫിക്കേഷൻ ഉള്ള, കൃത്യമായ റെക്കോർഡുകളുള്ള ആളുകളെ മാത്രമേ ജോലിക്കെടുക്കാനാകൂ എന്ന് നിർബന്ധം പിടിക്കേണ്ടേ? സർ, ഇപ്പൊ കൃത്യമായിട്ട് റെക്കോർഡുള്ള ആൾക്കും എന്ത് വേണമെങ്കിൽ ദ്രോഹം ചെയ്യാം. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അയാൾക്ക് കാർഡുള്ള ആൾ ഇങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഇതിലേക്ക് പോകുന്നതിലും ഇങ്ങനത്തെയുള്ള സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ചെന്ന് നമ്മളുടെ ഒരു നടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കി ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയുന്ന അതാണ്, ഇത് വിട്ടേക്ക്, ഇതൊരു വലിയ ഇഷ്യൂ ആക്കണ്ട, ഇനി പോയി കഴിഞ്ഞാൽ അത് നിന്റെയും കൂടി ചീത്തപ്പേരുണ്ടാവും, വിട്ടേക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഇത് ഇങ്ങനെ ആയി പോകുന്നതുകൊണ്ടാണ് സാർ. ശരിക്കും ഇത് ഇപ്പൊ പ്രതികരിച്ച പോലെ, ഈ കുട്ടി പ്രതികരിച്ച പോലെ പ്രതികരിച്ചവന്മാരെ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അടിച്ചു കൊല്ലണം സാർ. ഇതിനൊക്കെ വരുമ്പോഴാണ് ഉണ്ടാവുള്ളൂ. പറയൂ. വളരെ നന്ദി ശ്രീ ജയറാം, അങ്ങയുടെ വികാരം മനസ്സിലാക്കുന്നു. ശ്രീമതി ടി.ബി. മിനി, കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമാണ്. ഇത്തരം സംഭവങ്ങൾ അത്ര പുതിയതല്ല, ഇടയ്ക്കിടയ്ക്കെങ്കിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇരകൾ മൗനം പാലിക്കുന്ന ഒരു സാഹചര്യമുള്ളതുകൊണ്ട് ഇവർക്ക് വീണ്ടും ഇത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നടി റിപ്പോർട്ട് ചെയ്യാൻ കാണിച്ച, പരാതി കൊടുക്കാൻ കാണിച്ച ധൈര്യം മറ്റാരും കാണിക്കാത്തതാണ് പ്രശ്നം. പക്ഷേ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഒരാൾ വലയിലാകുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്ന് കരുതാനാകുമോ? നമ്മുടെ ഈ കേരളത്തിലുണ്ടായിട്ടുള്ള സെക്സ് റാക്കറ്റ് കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പറൂർ സെക്സ് റാക്കറ്റ് കേസ്, ഇതിൽ അന്വേഷണത്തിൽ കുറേ ആളുകളെ പിടിക്കുമ്പോൾ അതിൽ കുറേ ആളുകളെങ്കിലും സിനിമാ മേഖലയിൽ നിന്ന് വരും. അതായത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ, സ്ത്രീകൾക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകളെ ഹരാസ് ചെയ്യുന്ന സെക്ഷൽ ഹരാസ്മെൻ്റ് ആയാലും അല്ലാത്ത ഹരാസ്മെൻ്റ് ആണെങ്കിലും ഒക്കെ ധാരാളമാണ്. സിനിമാ പ്രവർത്തകർ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ത്രീകൾ പലരും ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ മാനഭംഗത്തിന് പെടുന്ന അവസ്ഥയുണ്ടാവുകയോ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഷാരി കേസ് നമുക്കറിയാലോ, എങ്ങനെയാണ് ആ കുട്ടി അവിടെ ചെന്നെത്തുന്നത്, സിനിമാ മേഖലയിൽ പോകുന്നു, അങ്ങനെയൊക്കെയാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ്, പരാതികൾ നൽകുക. അതിനിപ്പോൾ ഈ കുട്ടി കാണിച്ച ധൈര്യം തന്നെയാണ് എല്ലാവരും കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ഇത്തരം മാഫിയാവൽക്കരണത്തെയും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെയും ചെറുക്കുന്നതിന് സ്ത്രീകൾ തന്നെ അതിന് മുൻകൈ എടുത്ത് വരേണ്ടതുണ്ട്. ഇത് ആയിക്കോട്ടെ, നമ്മൾ ഇതിനൊക്കെ വിധേയമായാൽ മാത്രമേ സിനിമാ മേഖലയിൽ നിൽക്കാൻ കഴിയൂ, അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് പലതും നഷ്ടപ്പെടാനുണ്ട് എന്ന നിലയിലേക്കുള്ള ഒരു ചിന്ത മാറ്റിയെടുക്കുകയും ഇത്തരത്തിൽ സ്ത്രീകളെ ഉപയോഗിക്കുന്ന ഒരു രീതി സിനിമാ മേഖലയിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് ഇപ്പോൾ മഞ്ജു വാര്യർ അതുപോലുള്ള സിനിമാ നടികൾ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവർ ഇത്തരത്തിൽ പറയുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് അവരെ ആക്ഷേപിക്കുന്ന ഒരു നില നമ്മൾ മാറ്റണം. അവർക്ക് പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇനിയും അവർക്ക് ആ ഫീൽഡിൽ തുടരുന്നതിനും ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ സിനിമാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ചെയ്തു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അതിന് ചെയ്തു കൊടുക്കണം. ഇപ്പം തന്നെ ആ കുട്ടിയെക്കുറിച്ച് പലതും പറയണ്ടാവും. ഈ രീതിയിലുള്ള ചിന്തയാണ് നമ്മൾ മാറ്റേണ്ടത്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച്
ഇപ്പോൾ 1 മാസമായി ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൂഢാലോചന നടത്തുന്നു എന്നാണ് ഒരു ചാനലിൽ ഒരാൾ പറഞ്ഞത്. 1 മാസമായിട്ടാണ് ഈ ആൾ ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടികളെ ആക്രമിക്കുന്ന വിഷയം മാത്രമാണ്, ബ്ലാക്ക് മെയിൽ ചെയ്ത് സിനിമാ മേഖലയിലുള്ള ആളുകളെ തട്ടിക്കൊണ്ടുപോയും ആ നിലയിൽ പണം ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു ക്രിമിനൽ മാഫിയ സംഘങ്ങളുടെയും കൂടി ഒരു ദൃഷ്ടാന്തമാണ് ഇയാൾ. അതുമാത്രമല്ല, ഇയാളുടെ പ്രധാന പണി ഡെക്കോയിറ്റിക് പിടിച്ചുപറിയും കൂടിയായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത്. അപ്പൊ ഇത്തരം ആളുകളെ കൃത്യമായും അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു സ്പേസ് സിനിമാ മേഖലയിലുണ്ട്. അതെ, അത് എന്തായാലും സിനിമാക്കാർ കൂടി ആലോചിക്കേണ്ട ഒന്നാണ്. അത് മനഃപൂർവ്വമായിരിക്കില്ല ഒരു പക്ഷേ. എന്തായാലും നമുക്ക് അതിലേക്ക് വരാം. ശ്രീ കെ എൻ ബാലഗോപാൽ, എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യാനുള്ള ധൈര്യം ഇവർക്ക് കിട്ടുന്നു എന്നുള്ളത് കൂടി ആലോചിക്കണമല്ലോ. ഇവിടെ ഒരു ചലച്ചിത്ര താരത്തിൻ്റെ, പ്രമുഖ ചലച്ചിത്ര താരത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി അത് ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് കോടികൾ ഉണ്ടാക്കാം എന്നുള്ളതായിരിക്കാം നമ്മുടെ യുക്തി അനുസരിച്ച് അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ടാകുക. അങ്ങനെ ധൈര്യപൂർവം അവർക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? ഉയരുന്ന പരാതികളിൽ നടപടി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, കൃത്യമായ നടപടി ഉറപ്പുവരുത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്കത് ചെയ്യാനുള്ള ധൈര്യം വരില്ലല്ലോ. ഇതേ ആൾ തന്നെ, അയാളൊരു ഹബിച്വൽ ഒഫൻഡർ ആണെന്ന് വ്യക്തമാവുകയാണ്. ഏറെക്കുറെ സമാനമായ തരത്തിൽ മുൻപും സ്ത്രീകളെ, സിനിമാ താരങ്ങളെ അടക്കം ഉപയോഗിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്, പരാതിയും ഉണ്ടായിട്ടുണ്ട്. ആ പരാതികളിൽ തന്നെ കൃത്യമായ നടപടി എടുത്തിട്ടില്ല എന്നുള്ളത് വ്യക്തവുമാണ്. പോലീസ് സംവിധാനവും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട സംവിധാനങ്ങളും ഒരു തരത്തിലും പ്രയോജനപ്പെടാതെ വരുമ്പോഴല്ലേ ഇത്തരം സംഭവങ്ങൾ ദിനം പ്രതി എന്നോണം ആവർത്തിക്കുന്നത്? അതിൽ സിനിമാ താരമെന്നോ 7 വയസ്സുകാരി എന്നോ വ്യത്യാസമില്ലെന്നേ ഉള്ളൂ. ഇക്കാര്യത്തിനകത്ത് ഈ നമ്മുടെ നാട്ടിൽ പോലീസ് ഇത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒരു താരം പോകുമ്പോൾ ഉണ്ടായി അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ ക്രിമിനലുകളായ ആളുകൾക്ക് കണ്ടുപിടിക്കപ്പെടാതിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകുന്നൊരു അന്തരീക്ഷം കേരളത്തിലും ഉണ്ടായി എന്നുള്ളൊരു ആശങ്കയും നമുക്ക് പറയാം. പക്ഷേ ഈ കേസിനകത്ത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് ആക്ട് ചെയ്യുകയും ഇത്രയും പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനകത്ത് ഈ നടി വളരെ ധൈര്യമുള്ളൊരു നിലപാടെടുത്തു. അദ്ദേഹത്തിന് അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഇപ്പോൾ സിനിമാ പ്രവർത്തകർ വളരെ ധൈര്യമുള്ളൊരു നിലപാടെടുത്തു. വളരെ പെട്ടെന്ന് തന്നെ അവരെല്ലാം ആക്ട് ചെയ്തുകൊണ്ട് ഈ കേസിനകത്ത് ഇനിയൊരു പ്രധാന പ്രതിയെ പിടിക്കാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി എല്ലാ ആളുകളെയും പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള സംഗതിയാണെന്ന് കൂടി നമ്മൾ കാണണം. ഇത് ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് പൈസ മേടിക്കാം, അല്ലെങ്കിൽ കോടികൾ ഉണ്ടാക്കാം, ലക്ഷങ്ങൾ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിക്കുന്നവനോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ പുറകിലെ ഇന്റൻഷൻ നമുക്കറിഞ്ഞു. അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ സുരക്ഷിതമായി നടക്കാൻ കഴിയില്ല എന്നുള്ളൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് പ്രാഥമികമായ അക്കാര്യത്തിനകത്ത് പോലീസ് ചെയ്തതിനകത്തൊരു നല്ല കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ഇത് അവസാനിക്കില്ല. ഇവിടെ നേരത്തെ പാർവതി പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിലുണ്ടാവുന്ന പുതിയ പല പ്രവണതകളുണ്ട്. അത്തരം പ്രവണതകൾക്കെതിരെ എന്തൊക്കെ കൊണ്ട് അതൊക്കെ ഉണ്ടാവുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ശരിയാണ് ശ്രീ ബാലഗോപാൽ. അത് സമൂഹത്തിനെ ആകെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. കമൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ കമൽ, ഉണ്ടായിട്ടുള്ള സംഭവത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ആരും മുക്തരായിട്ടില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, ഒരു ഡ്രൈവർക്ക് തന്നെ ഇങ്ങനെ ഒരു കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ ആകുമോ? 30 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടാണ് ഇയാൾ സഹ കൂട്ടാളികളെ ഒപ്പിച്ചിട്ടുള്ളത്. അവർ വലിയ കൊട്ടേഷൻ സംഘാംഗങ്ങളാണ്. വലിയ ആസൂത്രണം ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല. ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് ഇരയായിത്തീരുന്നത് എന്തുകൊണ്ടാണ് ചലച്ചിത്ര താരങ്ങൾ അടക്കമുള്ള പ്രമുഖർ? അവർക്ക് അതിനുള്ള അവസരം എവിടെ നിന്നാണ് വരുന്നത്? അല്ല, അതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത്, ഞാൻ നേരത്തെ ഇവിടെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ചലച്ചിത്ര മേഖലയിലേക്കും ക്രിമിനൽവൽക്കരണം വന്നുകൊണ്ടിരിക്കുന്നൊരു സൂചനയാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഈ മേഖല. പ്രത്യേകിച്ചും പരസ്പരം എല്ലാവർക്കും അറിയാം. ഒരു ഡ്രൈവർ ആണെങ്കിൽ പോലും നമുക്ക് വളരെ കാലത്ത് പരിചയമുള്ള ആൾക്കാരെയാണ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് വെക്കുക. ഇപ്പൊ പൊതുവെ പുതിയ ചെറുപ്പക്കാർ ഒരുപാട് പേര് ചലച്ചിത്ര മേഖലയിൽ പല മേഖലയിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സിനിമയിലേക്ക് പൊട്ടിമുളക്കുകയാണ്. അപ്പൊ ഇവരാണ്, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും വ്യക്തമായ ഒരു ധാരണയോട് കൂടിയല്ല പലപ്പോഴും സിനിമകളിൽ പ്രവർത്തിക്കുന്നത്. അത് ഈ പുതിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നടക്കുന്നത്. ഞാൻ ഇതിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ അത് ഇതിന്റെ ഒരു സൂചനയായിട്ട് വേണം കണക്കാക്കുന്നത്. ക്രിമിനൽ വൽക്കരണം അതിന് ഇരയാക്കപ്പെടുകയാണ് നമ്മുടെ ചലച്ചിത്ര രംഗത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ. അത് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പോലീസ് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, സർക്കാരും അതേപോലെ തന്നെ. പക്ഷെ ചലച്ചിത്ര രംഗത്തുള്ളവരും കലാരംഗത്തുള്ളവരും കൂടെ ആ കാര്യത്തിൽ വളരെ
എന്താ പറയുക ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ശ്രീ കമൽ, അപ്പോഴും ഉയർന്ന ചോദ്യം ഈ മാർട്ടിൻ എന്ന ഡ്രൈവർ ഫെഫ്കയുടെ ഡ്രൈവേഴ്സ് യൂണിയനിൽ അംഗമായിരുന്നോ എന്നുള്ളതാണ്. പൾസർ സുനി അംഗമായിരുന്നോ എന്നുള്ളതാണ്. അംഗമായിരുന്നുവെങ്കിൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒട്ടും പരിശോധിക്കാതെ 1 ലക്ഷം രൂപ വാങ്ങി ഇവരെ അംഗമാക്കുകയായിരുന്നോ എന്നുള്ളതാണ്. ഇനി അംഗമല്ലെങ്കിൽ അങ്ങനെ ആർക്കും യാതൊരു അഡ്രസ്സും ഇല്ലാത്ത ആളുകൾക്ക് ഒരു വാഹനം കൊടുത്ത് ഏറ്റവും പ്രമുഖരായ ആളുകളെ അതിൽ കയറ്റിക്കൊണ്ടുപോകാൻ ഈ പ്രൊഡക്ഷൻ ഹൗസുകൾ അനുവദിക്കുന്നത് എന്താണ് എന്നുള്ളത് വേറൊരു ചോദ്യം. അതെ അതെ, പക്ഷെ ഞാൻ ആദ്യമേ പറയാം, ഇവർ രണ്ടുപേരും ഫെഫ്കയിൽ അംഗങ്ങളല്ല. അതാണ് ഇത്. അംഗങ്ങളായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഇത് ചില നിർമ്മാതാക്കൾ അവരുടേതായ ചില ഡ്രൈവേഴ്സ് വെക്കാറുണ്ട്, അതിന്റെ ഭാഗമായിട്ട് വന്നതായിരിക്കണം. എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. ഈ പൾസർ സുനി എന്ന് പറയുന്ന ആള് നമ്മുടെ ഈ നദിയുടെ ഡ്രൈവറായിരുന്നു, നേരത്തെ മുൻകാലത്ത് ഡ്രൈവറായിരുന്നു. അപ്പോൾ ഇത്തരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൽ പോകാൻ സാധ്യതയുള്ളവരെ നമ്മുടെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ കൃത്യമായൊരു സ്ക്രീനിങ് ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം ശ്രീ കമൽ, ഇയാൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ് എന്ന ബോധ്യം സിനിമാ മേഖലയിലെ പല ആളുകൾക്കും ഉണ്ടായിരുന്നു. അത് ഏറ്റവും പ്രമുഖനായിട്ടുള്ള നിർമ്മാതാവായിട്ടുള്ള സംഘടനയുടെ നേതാവ് കൂടിയായിട്ടുള്ള സുരേഷ് കുമാർ ടെലിവിഷൻ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നടി മേനകയ്ക്കുണ്ടായിട്ടുള്ള ദുരനുഭവം, അന്ന് വേറൊരു നടിയെ ലക്ഷ്യം വെച്ച് ഇങ്ങനെയൊരു പ്രവർത്തനം ഉണ്ടായി എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യമുള്ളതാണ്. ഇയാൾ തന്നെയാണ് അയാൾ എന്നുള്ളത് ജോണി സാഗരിക വിളിച്ച് അദ്ദേഹത്തെ കൺഫേം ചെയ്തതാണ്. ഇത് മാത്രമല്ല, പോലീസ് കംപ്ലയിൻറ്റ് ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഈ സിനിമാ ഹൗസുകൾ, ഈ പ്രൊഡക്ഷൻ കമ്പനികൾ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഹയർ ചെയ്യുക. ഇപ്പോൾ നടന്മാരും നടിമാരും ഒന്നും ഇവരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞുകൊണ്ടായിരിക്കില്ലല്ലോ തീർച്ചയായും ഡ്രൈവർമാരായി വെക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള പ്രൊഡക്ഷൻ ഹൗസുകൾ കൃത്യമായി നടീനടന്മാർക്കും മറ്റുള്ളവർക്കുമൊക്കെ സുരക്ഷ ഉറപ്പാക്കാൻ ബാധ്യതയുള്ളവരല്ലേ? അവർ ഇത്ര ലാഘവത്വത്തോടു കൂടി കൈകാര്യം ചെയ്യാമോ ഈ വിഷയങ്ങളെ? അല്ല, അങ്ങനെ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇത് ആരും മുൻകൂട്ടി അങ്ങനെ വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ, അങ്ങനെ സംഭവിച്ചു പോയതാണ്. എനിക്ക് ഇതിനെ വേറെ രീതിയിലാണ് പറയാൻ തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മളൊരു സിനിമാ രംഗത്തുള്ളൊരു സംഭവമായിട്ട് മാത്രം ചുരുക്കി കാണരുത്. നമ്മുടെ പൊതുസമൂഹത്തിലെ സ്ത്രീകൾക്ക് ഇത് വലിയൊരു ഭീഷണിയായിട്ടാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയ കാലത്തിലെ പെൺകുട്ടികൾ ഒരുപാട് പേര് ജോലിക്ക് പോകുന്നുണ്ട്, രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്. നമ്മളെ പുതിയതായിട്ട് കാണുന്നുണ്ട്. യൂബറിൽ ഫോൺ ചെയ്തിട്ട് പിള്ളേർ കയറി പോകുന്നതൊക്കെ നമുക്ക് കാണാവുന്നതാണ്, യൂബർ ബുക്ക് ചെയ്തിട്ടൊക്കെ. അപ്പൊ അത് സുരക്ഷ ആണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അത് അത്രമാത്രം സുരക്ഷിതമാണോ അത്തരം ഒറ്റക്കുള്ള ട്രാവലിംഗ് നമ്മൾ ആലോചിക്കും. അപ്പൊ അതൊരു പൊതുസമൂഹത്തിലേക്ക് വലിയൊരു ചോദ്യമായിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒപ്പം ഞങ്ങളൊക്കെ ആശ്വസിപ്പിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹപ്രവർത്തക ധൈര്യപൂർവ്വം അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. അത് ഒരു പാഠമാണ് മറ്റെല്ലാ പെൺകുട്ടികൾക്കും. കാരണം ഒരുപക്ഷെ ഇത് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളാകുമ്പോൾ പ്രത്യേകിച്ചും എന്റെ സിനിമകളെ ബാധിക്കും, എന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ ബാധിക്കും, അല്ലെങ്കിൽ എന്റെ ഗ്ലാമറിനെ ബാധിക്കും എന്നൊക്കെ പേടിച്ച് മിണ്ടാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ആരും അറിയാതെ പോകുന്നതായിരുന്നു. അപ്പൊ അതിന് കാണിച്ച ധൈര്യത്തിനാണ് നമ്മൾ അഭിനന്ദിക്കുന്നത്. തീർച്ചയായും അതുപോലെ എല്ലാവരും പൊതുസമൂഹത്തിലുള്ള തീർച്ചയായും അങ്ങനെ പേടിച്ച് മിണ്ടാതിരിക്കുമെന്ന് കരുതിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് ആ സംഘം മുതിർന്നിട്ടുണ്ടാവുക. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇപ്പോൾ സിനിമാ മേഖലയിൽ ഉണ്ടായ ഒരു വിഷയമായി കാണേണ്ട, രാത്രി ജോലി കഴിഞ്ഞ് വരേണ്ടി വരുന്നത് സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ. ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകരും രാത്രി ടാക്സി വിളിച്ചു പോകുന്നവരുണ്ട്, മറ്റ് IT പ്രൊഫഷണലുകൾ, അവർ രാത്രിയിൽ ജോലിയുള്ളവരാണ്. അവരുടെ കമ്പനി ഏർപ്പെടുത്തുന്ന ക്യാബിൻ്റെ ഡ്രൈവർ ആരാണ്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് അന്വേഷിച്ചതിന് ശേഷമല്ല പെൺകുട്ടികൾ ആ ക്യാബിൽ കയറി പോകുന്നത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന ധാരാളം അനുഭവങ്ങൾ ഓരോ സ്ത്രീയുടെയും ദൈനംദിന ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഇത് സ്ത്രീകൾ നേരിടുന്ന ഒരു പൊതു സുരക്ഷാ പ്രശ്നമാണ്, ചലച്ചിത്ര താരങ്ങൾ മാത്രം നേരിടുന്ന പ്രശ്നമല്ല. ഇപ്പോൾ ശ്രീ ബാലഗോപാൽ ഉന്നയിച്ചൊരു പ്രശ്നമുണ്ട്. ഇങ്ങനൊരു അതിക്രമം നടക്കുമെന്ന് മുൻകൂട്ടി അറിയുമായിരുന്നെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് തടയാമായിരുന്നു എന്ന്. അങ്ങനെ ആർക്കും അതീന്ദ്രിയ ശക്തിയൊന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് രാത്രിയിലും പകലും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനാവുക? ഇത്ര ലളിതമായും വിചിത്രമായി ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങേയറ്റം നീതികേടാണെന്ന് സ്നേഹപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്ത് സ്ത്രീകൾ ആക്രമിക്കപ്പെടുമോ എന്ന് അതീന്ദ്രിയമായ ഓർമ്മ വെച്ചിട്ട് അല്ലെങ്കിൽ അറിവ് വെച്ചിട്ട് ആരെങ്കിലും മുൻകൂട്ടി വന്ന് തിരക്കഥ പറഞ്ഞു തന്നിട്ട് ചെയ്യുന്നതല്ലല്ലോ.
അതിനാണല്ലോ പോലീസ് സംവിധാനം, സാമൂഹ്യ സുരക്ഷാ സംവിധാനം, ഗവൺമെന്റ് ഏജൻസികൾ എല്ലാം ഈ നാട്ടിലുള്ളത്. ഒരിക്കലും ഒരു സ്ത്രീ ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത കാട്ടണം. ഈ കേസിനെ സംബന്ധിച്ച് ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം. വടക്കാഞ്ചേരി പീഡന കേസ് എത്ര ഗൗരവത്തോടുകൂടിയാണ് നമ്മുടെ സമൂഹത്തിൽ അത് ചർച്ച ചെയ്തത്. ആ പ്രശ്നം ഉണ്ടായപ്പോൾ അത് ഉയർത്തിക്കൊണ്ടുവന്ന ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോയ പ്രിയപ്പെട്ട ശ്രീമതി പാർവതിയും അതുപോലെ ശ്രീമതി ഭാഗ്യലക്ഷ്മി, അവരാരും തന്നെ രാഷ്ട്രീയ എതിർകക്ഷിയിൽപ്പെട്ടവരൊന്നുമല്ല. ഞാനൊക്കെ ആ കേസ് ഏറ്റെടുക്കാതിരുന്നത് പോലും അതിലൊരു രാഷ്ട്രീയം കലരാതിരിക്കട്ടെ എന്ന് ആദ്യ ഘട്ടത്തിൽ കരുതിയതുകൊണ്ടാണ്. പക്ഷെ ആ കേസിൽ ഒരു ഇര മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രിയപ്പെട്ട കലാകാരി ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ട് ഈ നിമിഷം വരെ കണ്ടിട്ടില്ല. അതിലെ പ്രതി ഇപ്പോഴും വളരെ സ്വതന്ത്രനായി വിരാജിക്കുന്നു. അവിടെയും ആ ഇരയെ സ്വഭാവം ചെയ്യാൻ ശ്രമിച്ചു. ഇവിടെ കൈരളി പീപ്പിൾ ചാനല് വളരെ കൃത്യമായി ഇരയെ അങ്ങേയറ്റം മോശപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തുവിട്ട്, പൈങ്കിളി കഥ പോലെയല്ലേ അവിടെ ഓരോ സമയത്തും ബ്രേക്കിംഗ് ന്യൂസ് വന്ന അവസാനം ചാനൽ ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു. ഇത് നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു വലിയ നിലപാടായിട്ട് നമുക്ക് വിലയിരുത്തപ്പെടേണ്ടി വരും. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെ ഇങ്ങനെ ഒരു സിനിമാ നടി ആക്രമിക്കപ്പെട്ടു, ഇനിയിപ്പോൾ ഉടനെ ദൃശ്യങ്ങൾ കാണാം, GB ഒക്കെ ലോഡ് ചെയ്ത് ഇന്റർനെറ്റൊക്കെ റെഡിയാക്കി കാത്തിരുന്നോളൂ എന്ന മെസ്സേജാണ് സമൂഹം കൊടുക്കുന്നത്. നമ്മുടെ സമൂഹത്തിന് ഇത്തരം ഒരു നിലപാടുണ്ട്. അത് മാത്രമോ, സക്കീർ ഹുസൈനെ പോലെയുള്ള കൊട്ടേഷൻ ക്രിമിനൽ സംഘാംഗങ്ങളെ പാർട്ടി ഓഫീസ് സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകും, കുറ്റവാളികൾക്ക് ഊർജ്ജം പകരും. അതേസമയത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കുറ്റവാളികൾ ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, കുറ്റകൃത്യം ചെയ്യുന്നവനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ സമൂഹം മാറിയേ മതിയാകൂ. നമ്മളെല്ലാവരും ലിംഗസമത്വത്തെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കും. പക്ഷെ മറുഭാഗത്ത് ലൈംഗിക അതിക്രമങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കും. അവനവന്റെ അമ്മയും സഹോദരിയും ഭാര്യയും മകളുമാണെങ്കിൽ എല്ലാ പുരുഷന്മാർക്കും ശ്രദ്ധയുണ്ട്. അവരുടെ കാര്യത്തിൽ വലിയ സവിശേഷമായ ശ്രദ്ധയും അവരെക്കുറിച്ച് ആശങ്കയൊക്കെ വച്ചു പുലർത്തും. ഈ നാട്ടിലിറങ്ങി നടക്കുന്ന സ്ത്രീകളെല്ലാം ആരുടെയെങ്കിലും ഭാര്യയും അമ്മയും സഹോദരിയും മകളും ഒക്കെ ആണെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഞാൻ അടക്കമുള്ളവർ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈ സംസ്ഥാനത്തെ കൂലിപ്പണിയെടുക്കുന്നവർ ഉൾപ്പെടെ സമ്പന്നരും പാവപ്പെട്ടവരും സെലിബ്രിറ്റികളും അല്ലാത്തവരും എല്ലാവരും സാധുജനങ്ങളും എല്ലാം ഇന്ന് ജീവിതത്തിനായി പുറത്തു പോകുന്നവരാണ്. അവരവരുടെ തൊഴിൽ ചെയ്യാനായിട്ട് അവരവർക്ക് ജീവിക്കാൻ പല സാഹചര്യങ്ങളിൽപ്പെട്ട് ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകാൻ പറ്റത്തില്ല, രാത്രിയായി പോയാലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലായിടത്തും നമ്മുടെയൊക്കെ നാട്ടിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പോലും മിക്കവാറും എല്ലാ വീട്ടിലെ പുരുഷന്മാരും വിദേശത്തും ജോലിക്കായി മറ്റെവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. സ്ത്രീ തന്നെയാണ് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നോക്കുന്നത്. അവൾ പുറത്തിറങ്ങരുത്. ഡൽഹി പീഡന കേസിലെ പ്രതി BBC-ക്ക് നൽകിയ ഇന്റർവ്യൂ ചോദിക്കുന്നു, എന്തിന് ഡൽഹിയിലെ ഈ ഇര രാത്രിയിൽ 9 മണിക്ക് പുറത്തിറങ്ങി, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ഈ ലോകത്ത് ആളുകളുണ്ട്. ഈ മൈൻഡ് സെറ്റ് മാറിയേ പറ്റൂ. കുറ്റവാളി അത് മാത്രമോ, ഞാൻ രാഷ്ട്രീയമായി ഞാൻ പറയുന്നതാണെന്ന് കരുതരുത്. എന്ത് പറഞ്ഞാലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇന്നത്തെ പ്രസ്താവന ഈ സംഭവത്തെക്കുറിച്ച് എനിക്കുണ്ടായ ഞെട്ടലിനോട് അത്രയും തുല്യമായ അളവിലും വ്യാപ്തിയിലുമുള്ള ഞെട്ടല സമ്മാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പറയാൻ ബാലഗോപാൽ, സ്ത്രീകൾക്ക് രാത്രി സുരക്ഷിതരായി ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ സുരക്ഷിതത്വം ഏർപ്പാടാക്കി കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ്? അത് സ്റ്റേറ്റിനാണ്. അതല്ലാതെ സുരക്ഷിതത്വം ഉണ്ടാകില്ല എന്ന് കരുതി ആർക്കും വീട്ടിനകത്ത് വാതിലടച്ചിരിക്കാൻ കഴിയില്ലല്ലോ. ഇനി അങ്ങനെ വാതിലടച്ചിരുന്നാൽ തന്നെ അവർ അതിലകത്ത് സുരക്ഷിതരാണോ എന്ന വേറെ പ്രശ്നമുണ്ട് താനും. ഇതൊക്കെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളല്ലേ? എന്തുകൊണ്ടാണ് സ്ത്രീകൾ അതിക്രമിക്കപ്പെടുന്ന വിഷയം വരുമ്പോൾ അതിനോട് വളരെ ജാഗ്രതയോടുകൂടിയുള്ള പ്രതികരണം ഉണ്ടാകാത്തതെന്ന ആശങ്ക പൊതുസമൂഹത്തിനുണ്ട്. ഇവിടെ എറണാകുളത്തുണ്ടായ ഒരു സംഭവം നേരത്തെ ചർച്ചയിൽ അഡ്വക്കേറ്റ് മീനി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അവിടെ നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകനായ ഒരാളാണ് ആരോപണ വിധേയനായിട്ടുള്ളത്. അയാളെ ഇതുവരെയും പിടിച്ചിട്ടില്ല പോലീസ്. നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. നാട്ടുകാർ റോഡ് തടഞ്ഞ് പ്രതിയെ പിടിക്കണം എന്ന് പറഞ്ഞ് ഉപരോധം നടത്തുകയാണ്. സ്ത്രീ പീഡന കേസിലെ പ്രതികളെ പിടിക്കൂ എന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് റോഡ് ഉപരോധിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പോലീസ് ആക്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ശരി, ഇനി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു എന്ന് വെക്കുക, പ്രതിയെ പിടിക്കുകയാണോ ചെയ്തത്? അല്ല, പ്രതിഷേധിച്ചവരെ അടിച്ചോടിച്ചു, പലരും ആശുപത്രിയിലാണ്. ഇങ്ങനെ ഭരിക്കുമ്പോഴാണ് സർക്കാർ എന്ത് ചെയ്യുകയാണെന്ന ചോദ്യം വരുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അത് പറഞ്ഞു പോകുന്ന തരത്തിലല്ലോ. ഒരു കാര്യം വളരെ കൃത്യമാണ്. ഇത്തരം ഈ കേസിനകത്ത് രാഷ്ട്രീയത്തിന്റെ ഒന്നും വ്യത്യാസമില്ല, ഭരണത്തിൽ ആരിയിരിക്കുന്നു എന്നുള്ള വ്യത്യാസത്തിന്റെ ഒന്നും പ്രശ്നമില്ല. നാട്ടിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാൻ കഴിയണം, ഏത് സമയത്ത് യാത്ര ചെയ്യാൻ കഴിയണം എന്നുള്ളതിനകത്ത് ആർക്കാണ് ആശങ്ക? ആർക്കാണ് സംശയം? അക്കാര്യത്തിനകത്ത് എന്തെങ്കിലും തർക്കമുണ്ടായാൽ അല്ലെങ്കിൽ ആക്രമണം ഉണ്ടായാൽ ആശങ്കയുള്ളവരല്ലേ നമ്മളെല്ലാം. ഇവിടെ ഈ കാര്യത്തിനകത്ത് ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ കേസിനകത്ത് പോലീസ് നന്നായി ആക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം.
കഴിഞ്ഞ കുറേ കേസുകളിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നതിനകത്ത് പോലീസ് ആക്ട് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഒരു കാര്യം നമ്മളെല്ലാം അംഗീകരിക്കണം. കേരളത്തിൽ ഡൽഹിയെ പോലെ ഒന്നുള്ളൊരു സ്ഥലമല്ല കേരളം, ബോംബെ പോലുള്ള സ്ഥലവുമല്ല കേരളം. പക്ഷേ കേരളത്തിലുൾപ്പെടെ ഇങ്ങനെയുള്ള മാഫിയ സംഘങ്ങൾ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന സ്ഥിതി, അതിൻ്റെ പേരിൽ എന്തും ഉണ്ടാവുന്ന സ്ഥിതി, ഇതൊരു വശത്ത് വരുമ്പോൾ മറുവശത്ത് സദാചാര ഗുണ്ടായിസം പോലെയുള്ള സംഭവങ്ങൾ വേറെ വശത്തുകൂടി വരുന്നു. അപ്പോൾ വളരെ വ്യത്യസ്തമായ പല സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ ഉയർന്നു വരുന്നുണ്ട്. ഉയർന്നു വരുന്നതിനെ നേരിടാൻ എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചേ പറ്റൂ. അതിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല. പോലീസ് ഇക്കാര്യത്തിനകത്ത് മാത്രമല്ല, എല്ലാ കാര്യത്തിനകത്തും മറ്റേതൊരു കാര്യത്തിലും എടുക്കുന്നതിനേക്കാളും കൂടുതൽ ശക്തമായ നിലപാടെടുക്കണം എന്ന അഭിപ്രായം തന്നെയാണ് CPIM-നുള്ളത്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിലെ മന്ത്രിമാരും ഒന്നും ഇക്കാര്യത്തിലൊന്നും ലാഘവത്തോടുകൂടി എവിടെയും പെരുമാറിയിട്ടില്ല, പറഞ്ഞിട്ടില്ല, പറയുന്ന പ്രശ്നവുമില്ല. പക്ഷേ ഇതിനകത്തും കൊണ്ടുവന്ന് രാഷ്ട്രീയം കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ഇത് കേരളമാകെ ഞെട്ടിയ, കേരളത്തിന്റെ എല്ലാ മനസാക്ഷിയുടെ പിന്തുണ കിട്ടുന്ന ഒരു ഏറ്റവും ന്യായമായ ഒരു കേസാണ്. ആ തരത്തിൽ തന്നെയാണ് എല്ലാവരും കാണുന്നത്. അതിനകത്ത് നമുക്കതിനകത്ത് കേരളത്തിന്റെ ഒരു പൊതുവായി കേരളത്തെ അവമാനിക്കാവുന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾ എടുക്കാവുന്ന, മറ്റ് സംസ്ഥാനങ്ങൾ ചിന്തിക്കാവുന്ന ഒരു കേസിൽ നമുക്ക് കേരളത്തിനെ, ഇത് ആക്രമിക്കപ്പെട്ട ആളുടെ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ ആകെ, അവരുടെ ആകെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക്, ഭ്രാന്തന്മാരുടെ സംസ്ഥാനമാണോ കേരളമെന്ന് തോന്നുന്ന തരത്തിലേക്കുള്ള വാർത്ത വരുന്നതാണ്. ക്രിമിനലുകളുടെ സംസ്ഥാനമാണെന്ന് തോന്നുന്ന തരത്തിലേക്ക് വാർത്ത വരുന്നതാണ്. അതുകൊണ്ട് ആ ക്രിമിനലുകളെയൊക്കെ കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും കൈകാര്യം ചെയ്യുക തന്നെ വേണം. ശ്രീ KN ബാലഗോപാൽ. ശ്രീ സുരേഷ് ഗോപി ടെലിഫോൺ ലൈനിൽ. ശ്രീ സുരേഷ് ഗോപി MP, കേരളത്തിന്റെ മനസാക്ഷിയാകെ തന്നെ മുറിവേറ്റ് നിൽക്കുകയാണ്. ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയോട് കേരളമാകെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയുമാണ്. ഈ വേളയിൽ അവരുടെ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കൂടി താങ്കളുടെ പ്രതികരണം എന്താണ്? സഹപ്രവർത്തകൻ എന്ന നിലയ്ക്കല്ല, ഇപ്പൊ അതിലും വലിയ ഒരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഞാനിത് ആ നടി എന്നത് ഇന്ന് എനിക്ക് തോന്നുന്നു കേരളം മുഴുവൻ, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പുറത്തുള്ളവർക്കെല്ലാം ആ നടി ആരാണെന്ന് നന്നായി അറിയാം. അപ്പൊ അവരുടെ ഒരു റെപ്യൂട്ടേഷനും കാര്യങ്ങളും ഒക്കെ വെച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ ആ കുട്ടി പുറത്ത് വന്ന് ഒരുപക്ഷെ ഇത് വെളിപ്പെടുത്തിയത് ഇനി ഇത് സംഭവിക്കരുത്. കാരണം നമ്മൾ ഇന്നലെയും മെനിഞ്ഞാന്ന് രാത്രിയും ഇന്നലെ രാത്രിയും ഒക്കെ ആയിട്ട് കേട്ടിട്ടുള്ള ചർച്ചകളിലൊക്കെ, പ്രത്യേകിച്ച് ഭാഗ്യലക്ഷ്മി, പാർവതി പോലെയുള്ളവർ, ഇത് സിനിമാ സെറ്റുകളിൽ ഇപ്പോഴും ഡിസ്കഷനാണ്. പല ഡ്രൈവർമാരുടെയും ഉപദ്രവത്തെ കുറിച്ച് ഇവർ പരസ്പരം ചർച്ച ചെയ്യുന്നു. പക്ഷെ അതിനകത്തൊന്നും അവർ ബാധിക്കപ്പെട്ട ഒരു അവസ്ഥയെ കുറിച്ച് അവർ പറയുന്നതേ ഇല്ല. പക്ഷെ ഇന്നലെ അത് കേൾക്കുമ്പോൾ വളരെ വ്യക്തമാണ്, ഓരോ ദിവസവും ഇതുപോലെയുള്ള അതിക്രമങ്ങളും അതിന്റെ പേരിലുള്ള ഒരു എക്സ്റ്റോർഷനിസം എനിക്ക് തോന്നുന്നു ഒരു മെട്രോ സിറ്റിയായി മാറാൻ തുടങ്ങിയ കാലത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അധമമാണ് വന്ന് നുഴഞ്ഞു കയറാൻ പോകുന്നത്. അന്ന് മനോജ് എബ്രഹാം അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറാണ് കൊച്ചിയിൽ. നെടുമ്പാശ്ശേരി വികസനം, കൊച്ചി എന്നത് ഇനി കേരളത്തിന്റെ ബോംബെയായി, അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഒന്നാം ബോംബെയായി മാറാൻ പോകുന്നു. ബോംബെയുടെ അധമ ലോകം എന്താണെന്ന്, അധോലോകം എന്താണെന്ന് വളരെ വ്യക്തമായിട്ടറിയാം. ആദ്യം ഭരണ സംവിധാനങ്ങൾ മുഴുവൻ പിടിമുറക്കേണ്ടത് നമ്മുടെ അതിർത്തികളാണ്. ഒരു അധമൻ പോലും ഈ രാജ്യത്തേക്ക് കടന്നു വരരുത്. വികസിത പ്രദേശം, വികസന പ്രദേശം, അത് നൽകുന്ന സന്തോഷത്തെക്കാളേറെ ഒരുപക്ഷെ സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക, ഇനി ഇങ്ങനെയുള്ള പ്രക്രിയകളെല്ലാം ശക്തമാകാൻ പോകുന്നതിന്റെ അടിത്തറ പാകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു ദുഷ്ട പ്രവൃത്തി, ഒരു സ്ത്രീത്വത്തിന് നേരെയുള്ള, കേരളത്തിന്റെ അല്ല ഭാരതത്തിലെ ഒരു സ്ത്രീ പാരമ്പര്യമുണ്ട്, അതിനെ ഛേദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, അതിനെ ദ്രോഹിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നു, നമുക്ക് നിയമങ്ങളൊക്കെ പര്യാപ്തമായി, അല്ലെങ്കിൽ അധികമായി തന്നെ നിയമങ്ങളുണ്ട്. പക്ഷെ സൗമ്യയുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു? നിയമം എവിടെയാണ് ഉയർന്നത്? ഒരു മനസാക്ഷിയെ, ഒരുപക്ഷെ ഹൃദയ വികാരത്തിന്റെ ഒരു പാരമ്യതയിൽ ഞാൻ പറയുകയാണ്, നിയമം എത്രയാണ് എന്റെ ഹൃദയത്തെ തണുപ്പിച്ചത്? നീതി, വിധിന്യായം എന്റെ ഹൃദയത്തെ തണുപ്പിച്ചത്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം നിയമത്തിനില്ലേ? ഒരുപക്ഷെ സൗമ്യ കേസിലുണ്ടായ വിധിന്യായം എന്ന് പറയുന്നത് പ്രചോദനമാണ് നൽകിയിരിക്കുന്നത്. ഇത് അധമം വളരണോ, അധമത്തെ ഒടുക്കണോ, ഒറ്റയടിക്ക് ഒതുക്കണോ എന്ന് നിയമം തീരുമാനിച്ചില്ലെങ്കിൽ ചിന്താമണി കൊലക്കേസിലെ പോലെ സംഭവിക്കും. എന്തോ ഒരു കണക്റ്റാണ്. അതിലെയും ഒരു നായിക, അതിലെയും ഒരു കഥാപാത്രം ഹനിക്കപ്പെടുന്നു. ഉത്തരം കണ്ടെത്താൻ നീതിപൂർവം സാധിക്കില്ല, പക്ഷേ ദയാപൂർവം സാധിക്കും. അവനെ ഒടുക്കുന്നു. അതിലേക്ക് ജനത പോകാതിരിക്കണമെങ്കിൽ അതൊരിക്കലും ഉണ്ടാവരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എനിക്ക് പോലും തോന്നിപ്പോവുകയാണ്, ഇന്നലത്തെ രാത്രി
എന്റെ ഉറക്കം കെട്ടുപോയി. എനിക്കും പെൺമക്കളുണ്ട്. ഞാൻ ഈ ലോകം ആ വഴിക്ക് പോകാൻ ഇനി ഒരു നിമിഷം പോലും അനുവദിക്കില്ല. അതിന് ഭരണം നിയന്ത്രിക്കുന്ന പോലീസ് ഒരുപക്ഷെ പോലീസിന്റെ നിഗമനത്തെ പൂർണ്ണമായി ഒരു വിധിന്യായത്തിലൂടെ ഒടുക്കുന്നതിലേക്ക് നീതി പീഠം ഉയർന്നില്ലെങ്കിൽ ജനങ്ങൾ ഉയരും. ജനങ്ങൾ ഇറങ്ങിയാൽ ഇവിടെ ഒരു പോലീസിനും പട്ടാളത്തിനും പിടിച്ചു നിർത്താനാവില്ല. തീർച്ചയായും. ഒപ്പം ശ്രീ സുരേഷ് ഗോപി ഒരൊറ്റ കാര്യം കൂടി, ഇയാൾ കഴിഞ്ഞ 7 കൊല്ലമായി സിനിമാ മേഖലയിലുണ്ട്. ഇയാളൊരു സീരിയൽ ഒഫൻഡറുമാണ്. നമ്മളിപ്പോൾ സൗമ്യയുടെ ഉദാഹരണം പറഞ്ഞു, അതിലൊരു വിധിയെങ്കിലും ഉണ്ട്, അയാളെ തൂക്കിക്കൊന്നിട്ടില്ല എങ്കിലും. ഇയാൾക്ക് പക്ഷേ നിരന്തരമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ഇയാൾക്കെതിരെ പരാതികൾ കാര്യമായി വരാത്തതുകൊണ്ടാണ്. പരാതികൾ ഉണ്ടായിട്ടുണ്ട്, ആ പരാതികളിലാണെങ്കിൽ കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല, അവിടെ ഒത്തുതീർപ്പും ഉണ്ടായി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആ പരാതികളിലൊന്നും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഒരു ഭാര്യ നായികയ്ക്ക് ഇതുപോലൊരു ഉപദ്രവം ഏറ്റു എന്ന് പറയപ്പെടുന്നു. ഒക്കെ ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. പക്ഷേ ആത്മാഭിമാനം, സ്ത്രീയുടെ അഭിമാനം എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടരുത്, ചർച്ച ചെയ്യപ്പെടരുത് എന്നുള്ള അവരുടെ ഇടുങ്ങിയ മനസ്ഥിതി കൊണ്ട് ഒരുപക്ഷെ ഇത് പുറത്തു വന്നില്ല. ഇങ്ങനെ 7 വർഷമോ 10 വർഷമോ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. സിനിമയ്ക്കുള്ളിൽ കംപ്ലൈന്റുകൾ പോയിരുന്നു. അതിപ്പോ സിനിമയിൽ തന്നെയുള്ള 2 സംഘടനകൾ തമ്മിലുള്ള പോരിന്റെ ഭാഗമായിട്ട് പുറത്തു വരുന്നതല്ല. വന്നില്ല, ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിരുന്നില്ല എന്ന് വ്യക്തമായിട്ട് ഏതെങ്കിലും സംഘടനയ്ക്ക് പറയാനാകുമോ? അന്ന് അത് പോലീസിനെയോ നീതിപീഠത്തെയോ ഒരുപക്ഷെ അറിയിക്കാതെ സംഘടനകൾക്കുള്ളിൽ താക്കീത് നൽകിയോ അല്ലെങ്കിൽ സസ്പെൻഷൻ നൽകിയോ നടപടിക്രമങ്ങൾ സംഘടനകൾക്ക് അകത്ത് ഒതുക്കിയെടുത്ത് ഒരു പാരലൽ ഗവൺമെന്റ് നടപടി ഉണ്ടായി എന്നാണ് ഞാൻ ഇന്ന് ആരോപിക്കുന്നത്. അന്നത് പോലീസിനെ ഏൽപ്പിക്കണമായിരുന്നു. സിനിമാ സംഘടനകൾ ഒരുപക്ഷെ ഡ്രൈവർമാരുടെ കാര്യത്തിൽ സിനിമാ പ്രവർത്തകരെ ലാൽ ജോസിനെ വഴിയിൽ ഇറക്കി വിട്ട സംഭവം ഉണ്ടായില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ട് സിനിമയ്ക്ക് ഓടുന്ന വണ്ടി ആരുടേതാണ്, അതിനകത്ത് എന്തൊക്കെ സജ്ജീകരണങ്ങളുണ്ട്, അതിന്റെ വീല് നിയന്ത്രിക്കുന്നത് ആരാണ്, അയാളുടെ ഒരു ബയോമെട്രിക്, ഇതെന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ഉത്തരവാദിത്തമുണ്ട്. ഒരുപക്ഷെ ഒരു പെൺകുട്ടിയെ സിനിമ സംബന്ധമായ ജോലി ചെയ്ത് തീർക്കുന്നതിന്, അതും സമയബന്ധിതമായി പകൽ മുഴുവൻ ഷൂട്ടിങ്ങിലും ഒരുപക്ഷെ ഡബ് ചെയ്ത് തീർത്ത് കൃത്യമായി സെൻസർ ബോർഡിന്റെ മുമ്പിൽ കൊണ്ടെത്തിക്കുന്നത് വരെ ഇവിടുത്തെ ഒരു ടൈം റെസ്ട്രിക്ഷൻ ആയിട്ട് ഞങ്ങൾക്ക് വരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് പ്രഷറായിട്ട് വരുന്നുണ്ട്. പോസ്റ്റോ ടിക്കറ്റാണ് പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിൽ പാതിരാത്രിക്ക് പെൺകുട്ടിക്ക് ജോലിക്ക് പോകേണ്ടി വന്നാൽ ആ ജോലി നിർവഹിക്കുന്നതിനുള്ള എല്ലാ സംരക്ഷണവും നൽകേണ്ടത് സിനിമാക്കാർ മാത്രമല്ല, സംഘടനകൾ മാത്രമല്ല, സർക്കാരിന് അതിനകത്ത് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഒരു അന്തരീക്ഷം ഇതുപോലെ തന്നെയാണ് സോഫ്റ്റ്വെയർ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പാതിരാത്രിക്ക് സഞ്ചരിക്കേണ്ടി വരും. അതിനിവിടെ സുരക്ഷയുണ്ടോ? അത് ഇന്ന് രാത്രി മുതൽ ഉറപ്പുവരുത്തണം. വളരെ നന്ദി ശ്രീ സുരേഷ് ഗോപി MP, ശ്രീ ജയറാം, ശ്രീ കമൽ, ശ്രീമതി പാർവതി, ശ്രീമതി TB മിനി, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ KN ബാലഗോപാൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിനൊപ്പം ശ്രീ മേജർ രവിക്കും നന്ദി.